നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ രോഹിണി മഹേഷ്. ഇന്ന് ധനുമാസത്തിലെ 1-ാം തീയതിയാണ്. ഇന്നലെ പൗർണമിയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇങ്ങോട്ട് വരുമ്പോഴും ചന്ദ്രൻ അങ്ങനെ വലിയ ഇതായി വലിയ പ്രഭയോടെ ഉദിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചകൾ കൂടി കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് ശുഭമായിട്ടുള്ള വാർത്തകൾ തന്നെ പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകൾ നോക്കാം. വിശ്വവിഖ്യാത തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ അന്തരിച്ചു. അന്ത്യം 73-ാം വയസ്സിൽ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ വിടവാങ്ങിയത് തബലയെ വിശ്വത്തോളം ഉയർത്തിയ പ്രതിഭ. ബംഗ്ലാദേശ് വിജയ് ദിവസ് ഓർമ്മയിൽ രാജ്യം. പാകിസ്ഥാനെതിരെ ഭാരത സൈന്യം നേടിയ വിജയത്തിന്റെ ദിനം. സ്വതന്ത്ര ബംഗ്ലാദേശ് പിറവിയുടെ 53-ാം വാർഷികവും ഇന്ന്. ഭരണഘടനാ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ഇന്ന് തുടക്കം. പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് സൂചന. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ച തുടങ്ങിവെക്കും. മതഭീകരതയ്ക്ക് വീണ്ടും കുടപിടിച്ച് CPM. മെക്സവിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ആരോപണത്തിൽ മലക്കം മറിഞ്ഞ് P. മോഹനൻ. പാർട്ടിയിലും ഒറ്റപ്പെട്ട് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. സംസ്ഥാനത്തെ വാഹനാപകട പരമ്പരയിൽ ADGP വിളിച്ച യോഗം ഇന്ന്. ഗതാഗത കമ്മീഷണറും ജില്ലാ പോലീസ് മേധാവിമാരും പങ്കെടുക്കും. പനയമ്പാടം അപകടത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും. വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് CPM സമ്മേളനം നടത്തിയതിനെതിരായ കോടതിയലക്ഷ്യ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. പങ്കെടുത്തവരുടെ വിശദാംശങ്ങൾ DGP കോടതിയെ അറിയിക്കും. CPI സർവീസ് സംഘടനാ സമരത്തിനെതിരെയും നടപടിക്ക് സാധ്യത. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗം ഇന്ന്. പ്രാഥമിക അന്വേഷണം ആരംഭിച്ച പോലീസ്. MS സൊല്യൂഷൻ ജീവനക്കാരുടെ മൊഴി ഉടനെടുക്കും. ADMന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതി. രാഷ്ട്രീയ പകപോക്കലാണ് നടന്നതെന്ന സാമൂഹിക പ്രവർത്തക വീണാമണി. പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യത ഉണ്ടായിരുന്നില്ല. കാര്യമായ അന്വേഷണം വേണമെന്നും വീണാമണി ജനം TVയോട്. ഒരു തൂങ്ങി മരണമല്ല എന്ന് വെച്ചാൽ ഇത്തിരി ചെറിയൊരു കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ 56 കിലോയിലധികം ഉള്ള ഒരു സാറിന് അപ്പോൾ കയറ് പൊട്ടിപ്പോവുക. അത് ചെറിയ നൂലാണ്. അതും ഇത് ശരിക്കും അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇപ്പം നടന്നത് ഈ ADM സാറിനെ കൊല്ലുന്നതിന് മുമ്പ് 2 എണ്ണം നടന്നിട്ടുണ്ട്. അത് തൂങ്ങി മരണമെന്ന് വെളിപ്പെടുത്തി, പക്ഷെ അതല്ല. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നാടകീയ ജയം. സിറ്റിയെ വീഴ്ത്തിയത് 1-2 ഗോളിന്. യുണൈറ്റഡിന്റെ ജയം അവസാന മിനിറ്റിൽ. നമ്മൾ ശുഭവാർത്തയോടെ തുടങ്ങാമെന്ന് പറഞ്ഞുവെങ്കിലും രോഹിണി, നമുക്കറിയാം ഇന്ന് നമ്മളെ ഒരു പക്ഷേ വലിയ മാന്ത്രികതയിലേക്ക്, അല്ലേ, സംഗീതത്തിൻ്റെ മാന്ത്രികതയിലേക്ക് കൊണ്ടുപോയ വിരലുകളുടെ ഉടമ സക്കീർ ഹുസൈൻ അന്തരിച്ചു എന്ന വാർത്തയാണ്. പ്രശസ്ത തബല വിദ്വാൻ. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് US സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 4 തവണ ഗ്രാമി അവാർഡ് നേടിയ പ്രതിഭയാണ് വിടവാങ്ങിയത്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നു. അദ്ദേഹം US ആശുപത്രിയിലായിരുന്നു. അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? വീണ, രോഹിണി, സത്യമാവരുതയെന്ന് ഇന്നലെ മുതൽ ആഗ്രഹിച്ച വാർത്തയാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്ത ചില സാമൂഹിക മാധ്യമങ്ങൾ വന്നിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇക്കൊടുവിൽ PTI എന്ന വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വീണ പറഞ്ഞതുപോലെ തന്നെ ഈ മാന്ത്രികം എന്നുള്ള വാക്കിന്റെ എല്ലാ അർത്ഥതലങ്ങളും നമുക്ക് മനസ്സിലാക്കി തന്ന തബലിസ്റ്റ് ആയിരുന്നു സക്കീർ ഹുസൈൻ. നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ നാദവിസ്മയം കാതുകൾക്ക് മാത്രമല്ല കണ്ണുകൾക്കും ഒരു വലിയ
ഒരു സദ്യ തന്നെയായിരുന്നു. കാര്യം നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുടിയിഴകൾ നെറ്റിയിലൂടെ ഇങ്ങനെ കണ്ണുകൾക്ക് മുകളിലേക്ക് വീണ് അദ്ദേഹത്തിന്റെ വിരലുകൾ മാന്ത്രിക സ്പർശം തീർക്കുമ്പോൾ അതിനൊപ്പം താളത്തിനൊപ്പിച്ച തലയാട്ടുമ്പോൾ ഈ മുടിയിഴകളുടെ ആട്ടം കണ്ടും കൂടി ആസ്വദിച്ചിരുന്ന ഒരു വലിയ അനുഭവമാണ് ഇന്നിപ്പോൾ നിലച്ചു, അതല്ലെങ്കിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നത്. നമുക്കറിയാം സംഗീതം സ്നേഹിക്കുന്നവർ, സംഗീതം ആരാധിക്കുന്നവർക്കറിയാം, വളരെ പ്രശസ്ത തബലിസ്റ്റ് ആയിരുന്ന അല്ലാ രാഖയുടെ പുത്രനാണ്. ഒരുപക്ഷെ എക്കാലത്തെയും മികച്ച തബല വിദ്വാൻമാരിൽ ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒട്ടനവധി അവാർഡുകൾ, ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നുവെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടാണ്. അദ്ദേഹം കമേഴ്ഷ്യലായി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചവടപരമായ ഒരു നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ വാ താജ് തുടങ്ങിയ ചില പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു ഈ സംഗീതം, അതുപോലെ തന്നെ ഇത്രയും ദിവ്യമായ സംഗീതം പെർഫോം ചെയ്യേണ്ടത് ഇവന്റുകൾ, അതല്ലെങ്കിൽ പാർട്ടികൾ, വിവാഹ ചടങ്ങുകൾ, അതല്ലെങ്കിൽ സദ്യ തുടങ്ങിയ ഇടങ്ങളിൽ ചെയ്യേണ്ടതല്ല സംഗീതം എന്നുള്ളത്. സംഗീതം ആസ്വദിക്കാനായി മാത്രം വരുന്നവരുടെ മുന്നിലിരുന്ന് പെർഫോം ചെയ്യേണ്ടതാണെന്നുള്ള ഒരു നിലപാട് അദ്ദേഹം ഉറച്ച നിലപാട് എടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ മലയാള ബന്ധം അറിയാം എന്ന് കരുതുന്നു. വാനപ്രസ്ഥത്തിന്റെ സംഗീത ഉപദേശകനായി കൂടി അദ്ദേഹം പ്രവർത്തിച്ചു. ആ ചിത്രമാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഗ്രാൻഡ് ജൂറി പ്രൈസിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ചിത്രം സംഗീതത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഈ ചിത്രം ഒട്ടനവധി രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലുകളിൽ പോയിരുന്നു. ഇദ്ദേഹത്തെ വളരെ മുന്നേ, ഇപ്പോഴത്തെ തലമുറ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഹുസൈൻ ലോകപ്രശസ്തനായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ പുതിയ അറിവായിരിക്കാം. 1973 സാക്ഷാൽ ജോർജ് ഹാരിസന്റെ ലിവിംഗ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് എന്നുള്ള ആൽബത്തില്, ജോൺ ഹാൻഡിയുടെ ആൽബം ഹാർഡ് വർക്കില് തുടങ്ങി ലോകോത്തരമായ പ്രശസ്തി രാജ്യാന്തര വേദികളിൽ രാജ്യാന്തര സംഗീത ബാൻഡുകൾക്കൊപ്പം തുടക്കം മുതൽ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ജുഗൽബന്ദിയുടെ ഒരു ഉസ്താദ് കൂടിയായിരുന്നു. വിക്കു വിനായക് റാമുമായി ശക്തി എന്നുള്ള ഒരു ജുഗൽബന്ദി പെർഫോമൻസ്, അതുപോലെ ഒട്ടനവധി തബലയും മൃദംഗവും തബലയും ഘടവും തബലയും വയലിനും ഇങ്ങനെ ജുഗൽബന്ദി, അതായത് സംഗീതം അദ്ദേഹം ആസ്വദിക്കുകയായിരുന്നു. മറ്റൊരാൾക്ക് വേണ്ടി പെർഫോം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം അതിലാകെ മുഴുകി, അതിൽ ആകെ ആണ്ട് ഉള്ളൊരു പെർഫോമൻസ് കണ്ടിരുന്നു. എന്തായാലും ഭാരതീയ സംഗീത ലോകത്തിന് മാത്രമല്ല ലോക സംഗീതത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തോടെ സംഭവിച്ചിരിക്കുന്നത്. പത്മ അവാർഡ് നേടിയ കാര്യങ്ങളൊക്കെ വീണ നേരത്തെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ രാജ്യാന്തര ജാസ് ഡേ 2016 ഏറ്റവും അടുത്ത കാലത്തായിട്ട് വൈറ്റ് ഹൗസിൽ, അന്ന് പ്രസിഡന്റ് ആയിരുന്ന ഒബാമ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കപ്പെട്ടവരിൽ മുന്നിലുണ്ടായിരുന്നു ജാക്കിർ ഹുസൈൻ. എന്തായാലും ഒരു നഷ്ടം, അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ അപ്പുറത്താണ് ജാക്കിർ ഹുസൈന്റെ വിടവാങ്ങൽ ഭാരത സംഗീത ലോകത്തിന്, ഭാരതീയ സാംസ്കാരിക ലോകത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. വീണ, പ്രദീപ്, കനത്ത നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വേദിയിൽ കാണികളെ ആ ദ്രുതതാളത്തിനൊപ്പം തന്നെ കൊണ്ടുപോകുന്നതിന് എപ്പോഴും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആ രീതിയിലാണ് തബല വാദനം നടത്തിയിരുന്നത്. പലപ്പോഴും അതിൻ്റെ ആസ്വാദനം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ കാണികളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അവസാനം പലപ്പോഴും താളത്തിൻ്റെ ചടുലത അദ്ദേഹത്തിൻ്റെ മുഖത്തും ആ നീണ്ട മുടിയിഴകളിലൂടെയും ഒക്കെ അത് പ്രകടമാക്കുമായിരുന്നു. തീർച്ചയായിട്ടും. കാര്യം ജാക്കിർ ഹുസൈൻ പെർഫോം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടാൽ മാത്രമല്ല, തീർച്ചയായിട്ടും ആ ചടുലതാളം, ദ്രുതതാളം, ഈ വിരലുകൾ എങ്ങനെ പറന്നു നീങ്ങുന്നത് തബലയ്ക്ക് മുകളിലൂടെ മാന്ത്രിക സ്പർശം പോലെ അത് കേൾക്കുന്നതിനൊപ്പം തന്നെ രോഹിണി പറഞ്ഞതുപോലെ കാണാനും അതൊരു അഴകായിരുന്നു, ഒരു അനുഭവമായിരുന്നു, ഒരു അനുഭൂതിയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ജീവിക്കുകയായിരുന്നു തബലയിലൂടെ, എല്ലാ അർത്ഥത്തിലും സംഗീതത്തിനായി അങ്ങ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. പറഞ്ഞല്ലോ, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു വശം. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ
ഏതെങ്കിലുമൊക്കെ വിവാഹ സദസ്സിൽ അതല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇവന്റുകളിൽ പോയിരുന്ന് ചെയ്യാനുള്ളതല്ല, അവിടെ വന്നിരുന്ന് താല്പര്യമുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാത്തവർക്കിടയിൽ ഇരുന്ന് പെർഫോം ചെയ്യാനുള്ളതല്ല. അതും അല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു സദ്യ വിരുന്ന് നടക്കുമ്പോൾ അതിന്റെ സൈഡ് ലൈൻസിൽ ഇരുന്നിട്ട് പെർഫോം ചെയ്യേണ്ടതല്ല സംഗീതം എന്ന് ഉറച്ചു വിശ്വസിച്ച ആ നിലപാട് തുടർന്നിരുന്ന മാന്ത്രികൻ. എല്ലാർത്ഥത്തിലും മാന്ത്രികം എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും പലയിടത്തും സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുമെങ്കിലും മാന്ത്രികം എന്നല്ലാതെ മറ്റൊരു വാക്ക് ഓർമ്മയിൽ പോലും വരുന്നില്ല. വിരലുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് ഒരുപക്ഷെ അത് കണ്ട് അനുകരിച്ച് അത് കണ്ട് ഈ ലോകത്തേക്ക് വന്നവർ എത്ര ആയിരങ്ങൾ ഉണ്ടാവാം. കാര്യം അത്രമേൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നു ആ കാഴ്ചയും ആ നാദവും ആ താളവും. റുഹിണി, അതെ, തീർച്ചയായും നമുക്കറിയാം പ്രദീപ്, ഈ തബല വിദ്വാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം അത്തരം വേദികളിൽ പെർഫോമൻസിനൊപ്പം തന്നെ ചില സിനിമകളിൽ അഭിനയിക്കുക, പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുക. പക്ഷെ ആ പരസ്യ ചിത്രങ്ങളിലൊക്കെയാണ് കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ഓർമ്മ ഈ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ആളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഒരു പക്ഷേ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ പോലും തബല എന്ന ഒരു വാദ്യോപകരണത്തിലേക്കുള്ള ശ്രദ്ധ അവർക്ക് പോകുന്നത് സക്കീർ ഹുസൈനിലൂടെയൊക്കെ ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ എല്ലാ മേഖലകളിലും അദ്ദേഹം അത്തരത്തിലൊരു പെർഫോമർ എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് മാറി, ഒരു കംപ്ലീറ്റ് പെർഫോമർ എന്ന രീതിയിലേക്ക് പറയാവുന്ന രീതിയിലേക്ക് തന്നെ പല മേഖലകളിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് പ്രദീപ്. ഇത് തന്നെ വീണ പറഞ്ഞതിൽ എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന വാഹ് താജ് എന്നുള്ള താജ് തേയിലയുടെ പരസ്യമാണ്. ഇതിങ്ങനെ നേരത്തെ രോഹിണിയും പറഞ്ഞതുപോലെ ഈ മുടിയിലകൾ ഇങ്ങനെ പാറിക്കളിക്കുന്നതിനിടയിൽ തബലയിൽ ഇങ്ങനെ മാന്ത്രിക സ്പർശം തീർത്തിട്ട് കൊട്ടി നിർത്തി മുകളിലേക്ക് നോക്കിയിട്ട് പറയുന്ന വാക് താജ്. അതിന് പിന്നെ വാക്കുകൾ വേണ്ടായിരുന്നു. ഒരു പക്ഷെ പരസ്യം രണ്ട് വാക്കുകളും ജാക്കിർ ഹുസൈനും കാരണം എത്ര മനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. തീർച്ചയായിട്ടും പെർഫോമർ എന്ന് പറഞ്ഞ എല്ലാ അർത്ഥത്തിലും പെർഫോമർ. അപ്പോഴും പറയണം, വേദി അറിഞ്ഞ് പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു. അല്ലെങ്കിൽ സംഗീതത്തെ ആദരിക്കുന്ന, സംഗീതം ആസ്വദിക്കുന്നവർക്കിടയിൽ മാത്രം താൻ പെർഫോം ചെയ്യുള്ളൂ എന്നുള്ള കൃത്യമായ നിലപാട് എടുത്തിരുന്ന ആൾ കൂടിയാണ്. എത്ര അവാർഡുകൾ, എത്ര അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഭാരതം മാത്രമല്ല, ലോകമെമ്പാടും നിന്നും ദേശീയ രാജ്യാന്തര അദ്ദേഹത്തിന്റെ സംഭാവനകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി സിനിമകൾ, അതുപോലെ ഡോക്യുമെന്ററി, ജാക്കിർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ 98 ഇറങ്ങിയ ഡോക്യുമെന്ററി ഉണ്ട്. സ്പീക്കിംഗ് ഹാൻഡ്, ജാക്കിർ ഹുസൈൻ ആൻഡ് ആർട്ട് ഓഫ് ദ ഇന്ത്യൻ ഡ്രം. ഇങ്ങനെ എത്ര. അതുപോലെ മെർച്ചന്റ് ഐവറിയുടെ ഹീറ്റ് ആൻഡ് ഡസ്റ്റിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു. അതുപോലെ അതിന്റെ അസോസിയേറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു 83 മെർച്ചന്റ് ഐവറിയുടെ സിനിമയിൽ. അതുപോലെ ബിൽ ലാസ്വെല്ലിന്റെ സംഗീത സൂപ്പർ ഗ്രൂപ്പ് തബല ബീറ്റ് സയൻസ് എന്ന് പറയുന്നതിൽ അംഗമായിരുന്നു. അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭാവനകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത പെർഫോമൻസ്, ലോക വേദികളിൽ എത്രയോ ആൽബങ്ങൾ, എത്രയോ രാജ്യാന്തര കൊളാബറേഷൻസ്, എത്രയോ ജുഗൽ ബന്ദികൾ. അങ്ങനെ കേവലം വാക്കുകളിൽ വാചകങ്ങളിൽ ഒതുക്കാവുന്നതല്ല ജാക്കിർ ഹുസൈന്റെ സംഭാവനകൾ. ജാക്കിർ ഹുസൈൻ എന്ന പ്രതിഭയുടെ ഒരു ഈ സംഗീത ലോകത്തിന്, അല്ലെങ്കിൽ ആ പ്രതിഭ ഭാരതത്തിന്, സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകൾ. വീണ, പ്രദീപ്, നമുക്ക് ഈ തബലയുടെ പ്രാധാന്യം ഒരുപക്ഷെ ഇത്തരത്തിൽ അന്തർദേശീയ തലത്തിലേക്ക് കാണികളെയൊക്കെ പിടിച്ചിരുത്തുന്ന തലത്തിലേക്ക് എത്തിക്കുന്നതിൽ സാക്കിർ ഹുസൈൻ ഒരു വലിയ പങ്കുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ? കാരണം അത്രമാത്രം മാസ്മരികമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സംഗീത നിശകളൊക്കെ തന്നെ. അതിലൊക്കെ ഇത്തരത്തിൽ രാജ്യാന്തരത്തിലേക്ക് ആ ഒരു ശ്രദ്ധ കൊണ്ടുവരുന്നതിലേക്കും, അതോടൊപ്പം തബല മാത്രമല്ല, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട തബലയുടെ പൂർവികരായ ധോലക്ക് അതുമായിട്ടൊക്കെ ഇത്തരം സംഗീത നിശകൾ സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇതിനെ വലിയ പ്രചാരത്തിലേക്ക് എത്തിക്കാൻ, അതും അന്തർദേശീയ തലത്തിൽ ഒരു പ്രചാരത്തിലേക്ക് എത്തിക്കാൻ, കാണികളെ ഇങ്ങനെ അതിന്റെ മാസ്മരികതയിൽ പിടിച്ചിരുത്താനൊക്കെ സാധിച്ച ഒരു അതുല്യ കലാകാരനായി കൂടി വിലയിരുത്താൻ പാടില്ലേ? ഈ തബല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഭാരതീയ കലാരംഗത്ത് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്റെ മനസ്സിലോടിയെത്തുന്നത് കഥക് പെർഫോമൻസിൽ ആണ്. കഥക് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് തബലയ്ക്കൊത്തുള്ള. അതുപോലെ തന്നെ കഥക് ഡാൻസറായ ആന്റോണിയ മെനിക്കോളയാണ് ജാക്കിർ ഹുസൈൻ വിവാഹം കഴിച്ചത് എന്നുള്ളതൊരു കൗതുകകരമായ ഒരു സംഗതിയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ തബലയ്ക്കൊപ്പം ജീവിച്ചത് കൊണ്ട് ആവാം. അങ്ങനെ
ഒന്നോ രണ്ടോ മൂന്നോ വിഭാഗങ്ങളിൽ അതല്ലെങ്കിൽ മേഖലകൾ എന്ന് പറഞ്ഞൊന്നും ഒതുക്കാവുന്നതല്ല അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ലോകമെമ്പാടും തബലയെ കാത്തു നിന്നുവെങ്കിൽ രാജ്യാന്തര തലത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ ഒരുപക്ഷെ ഒരിക്കലും അംഗീകരിക്കപ്പെടാതെ പോയതാണ്. ഒരുപക്ഷെ രാജ്യാന്തര തലത്തിൽ ഒരാൾക്ക് ഈ താളവും നാദവും ഒക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെ വളരെ ദുർഘടം എന്ന് വേണമെങ്കിൽ കരുതാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ തബലയെ രാജ്യാന്തര വേദികളിൽ, പാശ്ചാത്യ ആൽബങ്ങളിൽ, പാശ്ചാത്യ സംഗീത ട്രൂപ്പുകളുടെ പെർഫോമൻസിലൊക്കെ എത്തിച്ചുവെങ്കിൽ അത് തന്നെയാവണം രാജ്യാന്തര തലത്തിൽ ജാക്കിർ ഹുസൈന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, രാജ്യാന്തര സംഗീത പ്രതിഭകൾ ഈ മാന്ത്രിക സ്പർശം തിരിച്ചറിഞ്ഞു എന്നുള്ളത് തബല പാശ്ചാത്യ സംഗീത ഉപകരണങ്ങൾക്കൊപ്പം പോകുമെന്ന്, പാശ്ചാത്യ ബാൻഡുകളിൽ ഒരു പ്രധാന സംഗീത ഉപകരണമായി തബല മാറുമെന്ന് അവർ അംഗീകരിച്ചു, വിശ്വസിച്ചു. ജാക്കിർ ഹുസൈനെ ഒപ്പം കൂട്ടി എത്രയെത്ര പേർക്കായിരിക്കും അദ്ദേഹം ഒരു കരിയർ തുറന്നു കൊടുത്തിട്ടുണ്ടാവുക? എത്രയെത്ര പേരെയായിരിക്കും കേവലം നാട്ടിലോ ജന്മനാട്ടിലോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കേണ്ടിയിരുന്ന എത്രയോ പേർക്കായിരിക്കാം അദ്ദേഹം രാജ്യാന്തര തലത്തിലേക്ക്, ദേശീയ തലത്തിലേക്കൊക്കെ വഴി കാട്ടി കൊടുത്തിട്ടുണ്ടാവുക. 7 ഗ്രാമി അവാർഡ് നോമിനേഷൻസ് ലഭിച്ചു എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ രോഹിണി പറഞ്ഞതിന്റെ ഒരു പക്ഷേ ഒരു രേഖ എന്ന് പറയുന്നത്. 7 തവണ ഗ്രാമി നോമിനേഷൻ ലഭിക്കുന്നു, അതിൽ 4 തവണ അത് നേടുന്നു. ഏറ്റവും ഒടുവിൽ ഫെബ്രുവരിയിലാണ് ഏറ്റവും ഒടുവിൽ 3 ഗ്രാമി അദ്ദേഹത്തെ, അതായത് ഈ തൊട്ട് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് വരെ അദ്ദേഹം സജീവമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ തബലിസ്റ്റ്, ഭാരതീയ സംഗീതജ്ഞൻ, ഭാരതീയ സംഗീത വിദ്വാൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ അർത്ഥത്തിലും തബലയെയും ഭാരതീയ സംഗീതത്തെയും രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്ന ഒരു പക്ഷേ പണ്ഡിറ്റ് രവിശങ്കറിനെ പോലെയുള്ള അപൂർവ പേർക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സംഗതി കൂടിയാണ്. തബലയുടെയും ഭാരതീയ സംഗീതത്തിന്റെയും ഭാരതീയ നാദ താള പാരമ്പര്യത്തിന്റെയും രാജ്യാന്തര അംബാസിഡർ കൂടിയായിരുന്നു ജാക്കിർ ഹുസൈൻ. ആ പ്രതിഭയാണ് ഇന്നിപ്പോൾ നമ്മെ വിട്ട് പോയിരിക്കുന്നത്. രോഹിണി. ശരി പ്രദീപ്, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചതുപോലെ ഈ രാജ്യാന്തര തലത്തിൽ പോലും എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശസ്തി ഉയർത്തിയത്. കഴിഞ്ഞ ഗ്രാമി വേദിയിൽ പോലും 3 അവാർഡുകൾ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെൻ്റ് ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് അദ്ദേഹം പുരസ്കാരം പങ്കിട്ടത്. അപ്പോൾ അത് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് പോലും ഒരുപക്ഷെ അദ്ദേഹം എത്ര കണ്ട് സ്വീകാര്യനായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ഇങ്ങനെയാണ് തുടങ്ങേണ്ടി വന്നത്. നമ്മുടെ ഒരു വലിയ മഹാപ്രതിഭയ്ക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് തുടങ്ങേണ്ടി വന്നത്. സന്നിധാനത്തെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിഎ കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. ധനുമാസ പുലരിയിൽ ഭക്തിസാന്ദ്രമായി സന്നിധാനം. ഇന്നലെ 71,209 പേർ ശബരിമലയിലെത്തി. ഇന്നും സമാന രീതിയിലുള്ള തിരക്ക് ഉണ്ടാകും. ഇത്തവണ വരുമാനത്തിലും വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഓരോ ദിവസം കഴിയുന്തോറും സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചു വരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം വരുമാന വർധനവും രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങൾ എങ്ങനെയാണ്? ധനുമാസ പുലരിയാണ്, രാവിലെ ധാരാളം ഭക്തർ അയ്യനെ കണ്ടു തൊഴുന്നതിനായി എത്തിച്ചേരുന്നുണ്ടോ?
തീർച്ചയായും സ്വാമി ശരണം ധനുമാസ പുലരിയിൽ മഴ മാറി നിൽക്കുന്നു. നിരവധി ഭക്തജനങ്ങൾ അങ്ങനെ അയ്യനെ കാണുവാൻ വേണ്ടി ഈ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ്. നമ്മൾ ആ പുറകിൽ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഓരോരുത്തരും ശരണം വിളികളോടുകൂടി തന്നെ ആ സോപാനത്തിനരികിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. അവരുടെ ആ ഇരുമുടിക്കെട്ടും അതോടൊപ്പം തന്നെ ആ ഓരോ അയ്യപ്പന്മാരുടെയും ആ മുഖത്തുള്ള ആ ഒരു രാവിലെ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും അങ്ങനെ കാത്തിരുന്ന്, അതായത് ഓരോ മണ്ഡലകാലവും കാത്തിരിപ്പാണ് അയ്യപ്പൻ്റെ തിരുസന്നിധിയിലെത്താൻ, പ്രാർത്ഥിക്കാൻ, അയ്യപ്പനെ ആ ഒരു ദർശനം ലഭിക്കുവാൻ വേണ്ടി ഓരോ വർഷവുമുള്ള ഓരോ അയ്യപ്പ ഭക്തരുടെയും കാത്തിരിപ്പ്. അതുതന്നെയാണ് ഇവിടെ ഈ സോപാനത്തിന് അരികിലേക്ക് എത്തുമ്പോൾ അവരുടെ ആ മുഖത്ത് കാണുന്ന സന്തോഷത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത് 72,000-ഓളം ഭക്തജനങ്ങളാണ്. സമാന രീതിയിൽ തന്നെയാണ് ഓരോ ദിവസവും ഈ തിരക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ഈ വരുമാനത്തിനും വലിയ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം 29 ദിവസം കഴിഞ്ഞ് 30 ദിവസം കഴിയുമ്പോഴേക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തരത്തിലുള്ള ഒരു വർധനവ് വന്നിട്ടുണ്ട്. അതായത് 163,89,20,204 രൂപയാണ്. അതായത് 29 ദിവസത്തെ വരുമാനം ലഭിച്ചിട്ടുള്ളത്. ഇത് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയൊരു വർധനവ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അരവണ വിൽപ്പനയിൽ 17 കോടിയുടെ വർധനവ് ഉണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ ഭക്തജനങ്ങളുടെ എണ്ണം കൂടുന്നു, വരുമാനം കൂടുന്നു. ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടും അതിൻ്റെ ഒരു പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന അമ്പലം അത് തന്നെയാണ്. ഓരോരുത്തരും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ഓരോ മണ്ഡലകാലവും അങ്ങനെ എത്തുകയാണ്. ധനുമാസ പുലരിയാണ്. വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, അതോടൊപ്പം തന്നെ തിരക്കും വർദ്ധിച്ചു വരുന്നുണ്ട്. രാവിലെയാണ് സാധാരണ, അതായത് 3 മണിയോടുകൂടി നട തുറക്കും, 3:30-ക്കാണ് നെയ്യഭിഷേകം തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ അയ്യപ്പനെ കാണുവാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട്. രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതിന് ശേഷം ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ഇവിടെ കാത്തു നിന്ന് രാവിലെ അയ്യപ്പനെ ദർശിക്കും. എന്തായാലും ഇപ്പോൾ ഈ എരുമേലി വഴിയും അതോടൊപ്പം തന്നെ ഓരോ പാതകൾ വഴിയും എത്തുന്ന അയ്യപ്പ ഭക്തർ ഇവിടെ എത്തി ഈ 18-ാം പടി ചവിട്ടിയ ശേഷം മുകളിലേക്ക് കയറി ഈ ഫ്ലൈ ഓവർ വഴിയാണ് ഇങ്ങനെ സോപാനത്തിന് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോരോരുത്തരും അങ്ങനെ പോവുകയാണ്. നമുക്ക് ഈ ക്യൂ സംവിധാനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ തന്നെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് അവരെ ദർശനത്തിലേക്ക് എത്തിക്കുന്നതാണ്. എന്തായാലും ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് അവരെ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 18-ാം പടിയിലേക്ക്, അതായത് ഇന്ന് മുതൽ പുതിയ പോലീസ് ബാച്ച് കയറുകയാണ്. അവർക്ക് പരിശീലനം നൽകുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സോപാനത്തിന് അരികെയാണ്. ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്നുണ്ട്. കുഞ്ഞ് മാളികപ്പുറങ്ങളുണ്ട്, കുഞ്ഞ് അയ്യപ്പന്മാരുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ. അവരൊക്കെ ശരണം വിളിയോടുകൂടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഭക്തജനങ്ങൾ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ മണ്ഡലകാലം. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് ഓരോരുത്തരെയും കാണാൻ സാധിക്കും. ഈ വരിയിലൂടെ അവർ അയ്യൻ്റെ സന്നിധിയിലേക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കാനനവാസനെ കലിയുഗ വരദനെ കാണുവാൻ വേണ്ടി മല ചവിട്ടി വ്രതം നോറ്റ് മാലയിട്ട് വന്ന ഓരോ ഭക്തജനങ്ങളുമാണ്. എന്തായാലും സ്വാമി ശരണം. സ്വാമി ശരണം. കന്യാകുമാരി. நல்லா இருந்து தர்ஷனம் நல்லா இருக்கு. இல்லை கன்னியாகுமரியிலேருந்து வரோம் நாங்கள். ഇത് 6வது തവണ. ഇപ്പോൾ 6ാമത്തെ തവണ വരുന്ന മാളികപ്പുറം അവരെയാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഓരോരുത്തരും ഇങ്ങനെ വന്നിട്ടുണ്ട്. മാളികപ്പുറം, കുഞ്ഞു മാളികപ്പുറം ഒക്കെ ഉണ്ട്. പേരെന്താ? స్వామి శరణం. స్వామి వైజాగ్ నుంచి వచ్చాం మేము, విశాఖపట్నం నుండి. ఈసారి చాలా బోర్డు వారు మాత్రం చాలా హ్యాపీగా మంచిగా చేశారు. గత సంవత్సరం అయితే చాలా ఇబ్బంది పెట్టాము. ఈ సంవత్సరం అయితే 100% చాలా బాగుంది. మాకు 2 అవర్స్లో దర్శనం అయిపోతుంది. చాలా బాగుంది ఈ సంవత్సరం అయితే మాత్రం. బోర్డు వారికి మాత్రం ప్రత్యేకంగా ధన్యవాదాలు. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തർ അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ ദർശനത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും അതോടൊപ്പം തന്നെ നമുക്ക് 18-ാം പടിയിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതായത് ഈ 18-ാം പടിയിലൂടെ വരുന്ന ഭക്തജനങ്ങൾ അവർക്ക്
കുട്ടികൾക്ക് മറ്റൊരു ക്യൂവും അതോടൊപ്പം തന്നെ അല്ലാതെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഈ ഫ്ലൈ ഓവറിലേക്ക് കയറുവാനുള്ള ഈ വഴി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിന്ന് അവരെ കൃത്യമായും അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. 18ാം പടിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോരുത്തരും അങ്ങനെ ശരണം വിളിയോടുകൂടി ഇരുമുടിക്കെട്ടുമായി അയ്യൻ്റെ കൊടിമരച്ചൂട്ടിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അവരുടെയൊക്കെ മനസ്സിൽ ആ ഒരു വികാരം മാത്രം, അയ്യനെന്ന വികാരം മാത്രം, അവർ ഓരോ പടിയും തൊട്ടു തൊഴുത് അങ്ങനെ അയ്യൻ്റെ തിരുസന്നിധിയിലേക്ക് കയറി വരുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വേണം ഈ 18ാം പടിയിൽ ഡ്യൂട്ടിക്ക് ഇടാനെന്നുള്ള കാര്യം അത് നേരത്തെ തന്നെ ആ പല ആവശ്യങ്ങളും ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മളോട് വ്യക്തമാക്കിയതാണ്. കാരണം ഈ 18ാം പടിയാണ് ഈ ശബരിമലയുടെ തിരക്ക് നിയന്ത്രിക്കുന്നത് എന്നാണ് കണക്കാക്കുന്നത്. അതായത് ഇവിടെ നിന്നും എത്തുന്ന ഭക്തജനങ്ങൾ ഈ 18ാം പടിയിൽ നിൽക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ അവർ 18ാം പടി കടന്ന് മുകളിലേക്ക് വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ താഴെ എത്തുന്ന ഭക്തജനങ്ങൾ അവിടെ വീണ്ടും കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ 18ാം പടിയിലൂടെ ഭക്തജനങ്ങളെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനു വേണ്ടി തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇരുവശങ്ങളിലുമായും നിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരൊക്കെ കൃത്യമായും, അതായത് കുട്ടികളുണ്ടാകാം, അതോടൊപ്പം വയസ്സായ അയ്യപ്പന്മാരുണ്ടാകാം, അവരൊക്കെ അവിടെ നിന്നും, അതായത് കാനനപാത വഴിയും പല വഴിയും വരുന്ന ഭക്തജനങ്ങൾ, അവരെയൊക്കെ തന്നെ ഈ 18ാം പടിയിലേക്ക് എത്തുമ്പോൾ അവരെ ശ്രദ്ധയോടുകൂടി വേണം മുകളിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ്. അവർ ഇരുമുടിയുമായി അങ്ങനെ താഴെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ നടപ്പന്തലിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഈ 18ാം പടി വരെ അങ്ങനെ ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഈ 18ാം പടി കയറി വേണം മുകളിലെത്തി ആ ഫ്ലൈ ഓവർ കടന്ന് സോപാനത്തിനരികെ എത്താൻ. ഓരോ വർഷത്തെയും കാത്തിരിപ്പ് അത് ഈ 18ാം പടിയിലേക്ക് എത്തുമ്പോൾ അവരുടെയൊക്കെ മനം നിറയെ അയ്യപ്പനാണ്. ആ ഒരു ശരണം വിളിയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് അവരിങ്ങനെ ഓരോ പടി വീതം കയറി അയ്യൻ്റെ ആ കൊടിമര ചുവട്ടിലെത്തി അവിടെ മുകളിലേക്ക് കയറി സോപാനത്തിനരികെ എത്തി അയ്യപ്പനെ ദർശിക്കുമ്പോൾ അടുത്ത വർഷവും ഇതുപോലെ തന്നെയാണ്. അടുത്ത മണ്ഡലകാലത്തും എല്ലാ മാസവും എത്തുന്നവരുണ്ട്, അതോടൊപ്പം ഓരോ മണ്ഡലകാലങ്ങളിലും എത്തുന്നവരുണ്ട്. അവരൊക്കെ തന്നെ അയ്യപ്പനെ ദർശിച്ച ശേഷം അടുത്ത ആ ഒരു കാലത്തേക്കുള്ള കാത്തിരിപ്പാണ്. എന്തായാലും 41 ദിവസം വ്രതം നോറ്റ് മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി ഇങ്ങോട്ടേക്ക് ആ ശരണമന്ത്ര മുഖരിതമായിട്ടുള്ള സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ചോറൂണ് നടത്തുന്ന സമയമൊക്കെയാണ് രാവിലെ. എന്തായാലും അതിനുവേണ്ടി ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, അതായത് കൊച്ചു മാളികപ്പുറങ്ങളെയും കൊച്ചു അയ്യപ്പന്മാരെയും ഒക്കെ ഈ സന്നിധിയിലേക്ക് കൊണ്ടുവരാറുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഈ അതായത് ഈ തിരുസന്നിധിക്ക് മുൻപിലാണ്, ആ കൊടിമര ചുവട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടേക്ക് അയ്യപ്പ ഭക്തരെത്തി ഒരു വശത്തൂടെ അങ്ങനെ എത്തുന്ന ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായി തന്നെ ഈ ധനുമാസ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് പ്രേക്ഷകരെ അറിയിക്കാനുണ്ടല്ലോ, ഭക്തരെ അറിയിക്കാനുണ്ടല്ലോ. ശബരിമലയിൽ എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനനപാത വഴി എത്തുന്നവർക്ക് പരിഗണന നൽകാനുള്ള തീരുമാനം. സന്നിധാനത്ത് ക്യൂ നിൽക്കാതെ അവർക്ക് ദർശനം നടത്താമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എരുമേലിയിൽ നിന്ന് അയ്യപ്പന്മാർക്ക് പ്രത്യേക പാസ് നൽകുമെന്നറിയുന്നു. ഈ തീരുമാനം വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ ആലോചനയുണ്ട്. അതേസമയം എരുമേലിയിൽ നിന്നല്ലാതെ ഇവർക്ക് ടോപ്പിൽ നേരത്തെ ഒരു പ്രേക്ഷകന്റെ കമൻ്റ് ആയിരുന്നു, മറ്റൊരിടത്ത് കുറച്ചുകൂടി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ പാസ് നൽകിയാൽ നന്നായിരുന്നു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ സംവിധാനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും വരും ദിവസങ്ങളിൽ തന്നെ ആ തീരുമാനം നടപ്പിലാകുമെന്ന് തന്നെയാണ്. കാരണം ഈ കാനനപാത വഴി, പരമ്പരാഗത കാനനപാതയാണ്, ഈ എരുമേലി വഴി എത്തുന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ, അതായത് എല്ലാ മണ്ഡലകാലത്തും ഇവിടേക്ക് ആ കാനനപാത വഴി ഭക്തരെത്തുന്നുണ്ട്. അവരുടെ എണ്ണം നോക്കുന്ന സമയം, അതായത് ഒരു ശരാശരി 1000-1500 പേരൊക്കെയാണ് ഇവിടെ നിന്നും കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ അവർ അത്രയും ദൂരം, അതായത് കിലോമീറ്ററുകളാണ്, 30-40 കിലോമീറ്ററുകളൊക്കെ കഴിഞ്ഞ് നടന്ന് എത്തുന്നവരുണ്ട്. അവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയ ശേഷം ഇവിടെ വന്ന് ക്യൂ നിന്നുകൊണ്ട് ഇവിടെ ഒരു കാത്തിരിപ്പ്, അത്തരത്തിലൊരു കാത്തിരിപ്പ് ഇനി ആവശ്യമാണോ എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗമുണ്ടായിരുന്നു. അതിൽ കൃത്യമായും പല ആവശ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. അതിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അതായത് ഈ കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ ക്യൂ ഇല്ലാതെ തന്നെ നേരിട്ട് അയ്യൻ്റെ മുന്നിലേക്ക് എത്തി ദർശനം നടത്തുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ള
കാര്യം. അപ്പോൾ അതിൻ്റെ ആലോചനയായിരുന്നു നടന്നത്. അതിൽ തന്നെ നിലവിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് എരുമേലി വഴി എത്തുന്ന ഈ കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒന്നുകിൽ ഈ കയ്യിൽ എന്തെങ്കിലും അടയാളം, ഒരു ബാൻഡ് പോലുള്ള എന്തെങ്കിലും അടയാളമോ അല്ലെങ്കിൽ മറ്റൊരു അവിടെ നിന്നും എന്തെങ്കിലും ഒരു പാസ് നൽകിക്കൊണ്ട് ഇവിടെ എത്തുമ്പോൾ അത് കൃത്യമായും കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് ഈ നേരത്തെ തന്നെ ഈ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അയ്യപ്പ ഭക്തരൊക്കെ ഇങ്ങോട്ടേക്ക് ആ ഒരു വ്രതം നോറ്റ് ഇരുമുടിക്കെട്ടുമായി ആ മല ചവിട്ടി, അതായത് സാധാരണ വരുന്നത് പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങളാണ് കൂടുതൽ അധികമായി ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ കാനനപാത വഴി ചുരുക്കം ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരെ ഇവിടെ നിർത്തി അങ്ങനെ കാത്തിരിപ്പിലേക്ക് കടക്കണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അധികൃതരും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഉടൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഇത് നടപ്പിലാക്കുന്ന വിധം എങ്ങനെയാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. രണ്ട് വിധത്തിലാണ്. ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും അടയാളം അല്ലെങ്കിൽ പാസ് നൽകുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ അക്കാര്യം നടപ്പിലാക്കും. അതോടുകൂടി തന്നെ ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് കൂടുതൽ സമയം ഇവിടെ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അവർക്ക് വേഗം തന്നെ ദർശനം നടത്താം. ഈ സാധാരണയായി കാനനപാത വഴി അയ്യപ്പനെ ദർശിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സും ശരീരവും എല്ലാം തന്നെ ആ ഒരു അയ്യപ്പൻ എന്നുള്ള വികാരത്തോടു കൂടി അവർ ആ വ്രതം നോറ്റുകൊണ്ട് ആ ഒരു അയ്യപ്പ ദർശനം പൂർണ്ണമാകുകയാണ് അതുവഴി. കാരണം നമുക്കൊക്കെ അറിയാം കാനനവാസനാണ്. അപ്പോൾ കാനനവാസന കാണുവാൻ വേണ്ടി ആ കാനനപാതയിലൂടെ കല്ലും മുള്ളും ചവിട്ടിയാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക, അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന ആ ഒരു ഭക്തജനങ്ങൾക്ക് അതിൽ കൊച്ചുകുട്ടികളുണ്ട്, അതോടൊപ്പം തന്നെ പ്രായമേറിയവരുണ്ട്. അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ ഇവിടെയുള്ള അധികൃതരുടെ ഉത്തരവാദിത്വം. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ മണ്ഡലകാലത്ത് തന്നെ ഇത് നടപ്പിലാക്കണമെന്നുള്ള ഒരു ആലോചനയിൽ തന്നെയാണ്. തീരുമാനം എന്തായാലും ആയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം അത്തരത്തിൽ വരുന്ന ഭക്തജനങ്ങൾ തന്നെയാണ് ഈ ഒരു ആവശ്യവും, അതായത് അവരിവിടേക്ക് എത്തുമ്പോൾ വലിയ തിരക്ക് നമുക്ക് ഈ ഒരു മണ്ഡലകാലത്ത് അറിയാൻ സാധിക്കും. വലിയ തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഓരോ മണ്ഡലകാലത്തും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ കാനന പാതയിലൂടെ വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ മണിക്കൂറുകളോളം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇനി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് അവരൊക്കെ ആവശ്യപ്പെട്ടിരുന്നത്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇനിയും അവരെ ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ, അത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഓരോ ദിവസവും 80,000 85,000 അടുത്ത ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നു. അപ്പോൾ അവർക്കിടയിലേക്ക് എത്താതെ, അതായത് ഈ കാനനപാത വഴി എത്തുന്നവരെ മറ്റൊരു വഴിയിലൂടെ ക്യൂ നിൽക്കാതെ ഈ സന്നിധാനത്തേക്ക് കയറ്റി സോപാനത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് ഇനി വരും ദിവസങ്ങളിൽ നടപ്പിലാവാൻ പോകുന്നത്. ശരി മനോജ്, ഇങ്ങനെ എന്തെല്ലാം തീരുമാനങ്ങൾ ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്വീകരിക്കാമായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഭക്തരെ അങ്ങ് ബുദ്ധിമുട്ടിക്കുക, അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത്. ഏതായാലും തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം സ്വാഗതാർഹമാണ്. ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അയ്യപ്പന്മാരവിടെ അനുഭവിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ റിപ്പോർട്ടർമാർ. അതിലൊക്കെയും ഇടപെട്ട് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് ദിവസങ്ങളിൽ തിരക്ക് കൂടുന്നുണ്ടല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായി നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ, ഭക്തർക്ക് സുഗമമായ ദർശന പുണ്യം ലഭിക്കട്ടെ. ധനുമാസ പുലരിയിൽ നമ്മൾ കണ്ടതാണ് നല്ല കാലാവസ്ഥ, തെളിഞ്ഞ അന്തരീക്ഷം, ധാരാളം ഭക്തർ. സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങളാണ് മനോജ് നൽകിയത്. ഈ മെക്സവനുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അത് തുടങ്ങി വെച്ചത് CPM നേതാക്കളാണ്. പക്ഷേ അവർ തന്നെ ഇപ്പോൾ മലക്കം പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ മതഭീകര ശക്തിക്ക് മുന്നിൽ വീണ്ടും മുട്ടുമടക്കുന്നു CPM എന്ന് മനസ്സിലാക്കാം. മെക്സവൻ വിഷയത്തിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ മലക്കം മറിച്ചിലിന് പിന്നിൽ മതഭീകര ശക്തികളാണ്. മെക്സവന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ആരോപണം ഉന്നയിച്ചതോടെ പാർട്ടിയിലും P. മോഹനൻ ഒറ്റപ്പെട്ടിരുന്നു. ആരും പിന്തുണയ്ക്കാൻ എത്താത്തതും നിലപാട് മാറ്റത്തിന് പിന്നിൽ ഉണ്ട് എന്നാണ് അറിയുന്നത്. നമുക്കിതൊന്ന് ചോദിക്കാം. ഗോകുൽ K. വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ നമസ്തേ. കഴിഞ്ഞ ദിവസം P. മോഹനൻ തന്നെയാണ് ഈ സംശയം ആദ്യം ഉന്നയിച്ചത്. സംശയമെന്നല്ല, വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. തുടർന്നാണ് അതിന് പിന്നാലെ ബാക്കിയുള്ളവർ കൂടുതൽ അന്വേഷിക്കുന്നതും എല്ലാവർക്കും ഇത്തരത്തിലുള്ള സംശയങ്ങൾ തോന്നുന്നതും അത് വലിയ വിവാദമാകുന്നതും. പക്ഷേ പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയത് ഒരു പക്ഷേ CPM എടുക്കുന്ന ഒരു പൊതു നിലപാടിൽ അദ്ദേഹം പെട്ടുപോയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായ ഒരു
ഇൻഫർമേഷൻ ആ തരത്തിൽ അദ്ദേഹത്തിന് പാസ് ചെയ്യപ്പെട്ടിരിക്കാമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഈ മെക്സവനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഉന്നത കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ ഇപ്പോൾ മെക്സവനെതിരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ മെക്സവൻ എന്നൊരു പേര് ആദ്യം പുറത്തേക്ക് വന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P. മോഹൻ മാസ്റ്റർ കണ്ണൂർ തളിപ്പറമ്പിൽ നടത്തിയ CPMന്റെ ഏരിയ സമ്മേളനത്തിൽ ഇവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ നാട്ടിൽ, അതായത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി, കക്കോടി ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോൾ അതിരാവിലെ ഒരു വ്യായാമ കൂട്ടായ്മ രംഗത്ത് വന്നിരിക്കുന്നു. അവരിങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ആളുകളെ ചേർത്താണ് ഈ വ്യായാമ കൂട്ടായ്മകളിലേക്ക് ആളുകളെ പങ്കെടുപ്പിക്കുന്നത്. ഇതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് ആ പ്രദേശത്തെ പ്രാദേശികമായിട്ടുള്ള CPM സഖാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം താൻ അന്വേഷിച്ചു, സൂക്ഷ്മമായി തന്നെ അന്വേഷിച്ചു എന്നാണ് P. മോഹൻ മാസ്റ്റർ പറഞ്ഞത്. അത്തരത്തിലുള്ള അന്വേഷണം എത്തിപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിലാണ്. വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ അതിനു പിന്നിൽ, അതായത് വ്യായാമ കൂട്ടായ്മയിലേക്ക് ആളുകളെ ചേർക്കാൻ ഉള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിനായി കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള ആളുകളെയാണ്. അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എന്നുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു P. മോഹൻ മാസ്റ്റർ രംഗത്ത് വെച്ചത്, മുന്നോട്ടേക്ക് വെച്ചത്. അതേസമയത്ത് തന്നെ AP സമസ്തയിലെ നേതാക്കളായിട്ടുള്ള മുഹമ്മദ് അലി കിനാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വ്യായാമ കൂട്ടായ്മക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയായി. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CPMനകത്ത് P. മോഹൻ മാസ്റ്റർ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാദത്തിന് പിന്തുണ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ നിലപാടിൽ നിന്ന്, മുൻ നിലപാടിൽ നിന്ന് മലക്കമറിയുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് താൻ ആരോപണം ഉന്നയിച്ചത് മെക്സവനെ കുറിച്ചല്ല എന്നായിരുന്നു. എന്നാൽ തളിപ്പറമ്പിലുള്ള പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് മെക്സവനെ കുറിച്ച് മാത്രമാണ്. കാരണം അതിരാവിലെ ഇത്തരത്തിലൊരു വ്യായാമ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സംഘം ഇപ്പോൾ മെക്സവൻ മാത്രമാണ്. അത് അടുത്തിടെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അടുത്തിടെ ഇത്തരത്തിൽ വ്യാപകമായി മലബാർ മേഖലയിൽ വേരൂന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം മെക്സവൻ മാത്രമാണ്. എന്നാൽ ഇന്നലെ അദ്ദേഹം തിരുത്താനിടയായ സാഹചര്യം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് P. മോഹൻ മാസ്റ്റർ രംഗത്ത് വരികയും എന്നാൽ അദ്ദേഹത്തിന്റെ ആ വിമർശനത്തിന് CPMനകത്ത് പിന്തുണ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ INLന്റെ നേതാവായിട്ടുള്ള, ഇടതുമുന്നണിയുടെ ഭാഗമായിട്ടുള്ള INLന്റെ നേതാവായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലൊക്കെ ഇതിനെതിരെ, അതായത് മെക്സവൻ നല്ല കൂട്ടായ്മയാണ് എന്ന ആരോപണവുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമായ രംഗത്തൊക്കെ വരുന്ന സമയത്ത് ഇടതുമുന്നണിക്കകത്തും CPMനകത്തും P. മോഹൻ മാസ്റ്റർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മലക്കം മറിച്ചിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഒരു വർഷത്തിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ വേണ്ടി പോകുന്നു. CPMന്റെ ഇടതുമുന്നണിയുടെ ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിക്ക് ജമാഅത്തെ ഇസ്ലാമിയൊക്കെയുമായിട്ട് സഖ്യമുണ്ടാക്കുകയും അത് പരസ്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 1996 നരസിംഹറാവു സർക്കാരിനെതിരെയുള്ള ഇടതുമുന്നണിയുടെ പ്രക്ഷോഭത്തിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചതിനെ CPMന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി CPMന് പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് മുഖ്യമന്ത്രി, അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയതാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലും ഒഴികെയുള്ള ബാക്കി 18 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി CPMന് ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇടതുമുന്നണി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 നിയമസഭാ മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPMനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും CPMന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെയാണ്. ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവൈധ്യമായിട്ടുള്ള ബന്ധം ചരിത്രത്തിൽ CPMനുണ്ട്. അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ ഒരു വർഷത്തിനകം തന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും എതിരെയുള്ള ആരോപണങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെയുള്ളതായി മാറുമോ എന്ന ആശങ്ക CPMനകത്ത് ഉടലെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ഒരു ആശങ്ക ഉടലെടുത്തതിന്റെ ഭാഗമായിട്ട് വേണം P. മോഹൻ തന്റെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നിരീക്ഷിക്കേണ്ടത്. കാരണം മുസ്ലിം വോട്ടുകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ നിർണ്ണയിക്കുന്നത് മുസ്ലിം സമുദായമാണ്. പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെയുള്ള വിമർശനങ്ങൾ പൊതുവെ മുസ്ലിങ്ങൾക്കെതിരെയുള്ളതായി മാറുമോ എന്നൊരു ആശങ്ക CPMന്റെ ജില്ലാ ഘടകത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിനോ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിട്ട് വേണം ഈ P. മോഹനൻ ഈ രീതിയിൽ മെക്സവനെതിരെയുള്ള ആരോപണത്തിൽ നിന്ന് മലക്കം മറിഞ്ഞത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് നിരീക്ഷിക്കാൻ. കാരണം മെക്സവനുമായി ബന്ധപ്പെട്ട് CPMന്റെ ജില്ലാ സെക്രട്ടറി CPMന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുകയും അതിനെ തുടർന്ന് കേന്ദ്ര ഏജൻസികളും ഉന്നത പോലീസ് മേധാവികളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ആ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് തന്റെ നിലപാടിൽ നിന്ന് മലക്കം മറിയാൻ വേണ്ടി P. മോഹൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ മെക്സവനെ ഇത്തരത്തിൽ തീവ്രവാദ ആശയം ഉള്ള ആളുകൾ മെക്സവനിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച ഒരു വിശദീകരണം, ഒരു തീർപ്പ് ഈ അന്വേഷണ
ഏജൻസികൾ നൽകിയിട്ടില്ല. അതിനു മുമ്പേ തന്നെ പി മോഹനൻ ഈ രീതിയിലൊരു മലക്കം അറിഞ്ഞത് തീവ്രവാദ ശക്തികൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന നിലപാടാണ് എന്നൊരു ആരോപണം ശക്തമായി മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞു. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം മോഹനൻ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ, അതായത് ഈ മെക്സവനെ കുറിച്ചല്ല താൻ പറഞ്ഞത്, അതിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദ ശക്തികളെ കുറിച്ച് ജാഗ്രത വേണമെന്നാണ് എന്ന് പറയുമ്പോഴും തന്റെ നിലപാടിൽ നിന്ന് പൂർണ്ണമായിട്ടും മോഹനൻ പുറകോട്ട് വന്നിട്ടില്ല. പക്ഷേ CPM-നകത്ത് അദ്ദേഹത്തിന് പിന്തുണ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഇടതുമുന്നണിയിലെ ആരും രംഗത്ത് വരാത്തൊരു സാഹചര്യമുണ്ട്. അത് CPM-ന്റെ മുൻ നിലപാടുകളാണ്. അല്ലെങ്കിൽ CPM ജമാഅത്തെ ഇസ്ലാമിയുമായി ഒക്കെയായിട്ട് പോയ വർഷങ്ങളിൽ തിരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ്. ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ടതാണ്. SDPI ഒക്കെ ആയിട്ട് ബന്ധമുള്ളതിന്റെ പേരിൽ ഷീദ് മുഹമ്മദ് എന്ന് പറയുന്ന CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയൊക്കെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിലൊക്കെ SDPI-യുമായി ചേർന്ന് നഗരസഭാ ഭരണം കൈയാളുന്നു എന്ന ആരോപണങ്ങൾ ശക്തമാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ SDPI-ആയിട്ടും ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ആയിട്ടും CPM-ന് ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ CPM-ന്റെ ഒരു നേതാവ് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. അടുത്ത തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിമർശനം സംഘടനയ്ക്ക് ദോഷകരമാകുമോ എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പി മോഹനൻ ഈ രീതിയിലുള്ള ഒരു മലക്കം മുറിച്ചിലുകൾക്ക് തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗോകുൽ. ഇന്ന് ഡിസംബർ 16 ബംഗ്ലാദേശ് വിജയ് ദിവസ്. പാകിസ്ഥാനെതിരെ ഭാരത സൈന്യം നേടിയ വിജയത്തിന്റെയും ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പിറവിയുടെയും 53-ാം വാർഷികം. 1971 യുദ്ധത്തിൽ നമ്മുടെ സൈന്യത്തിന്റെ ശൗര്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങിയതോടെയാണ് ബംഗ്ലാദേശിന്റെ രൂപീകരണം സാധ്യമാകുന്നത്. 1947 ഭാരത വിഭജനം മുതൽ തന്നെ കിഴക്കൻ പാകിസ്ഥാൻ മേഖലയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. വ്യത്യസ്ത ജീവിത രീതിയും ഭാഷയും സംസ്കാരവും നിലനിൽക്കുന്ന മേഖലയിൽ സ്വയം ഭരണം വേണമെന്ന ആവശ്യം 60കളുടെ അവസാനത്തോടെ ശക്തമായി. 70ന്റെ തുടക്കത്തിൽ തന്നെ സായുധ സമരങ്ങൾ ശക്തമായെങ്കിലും പാകിസ്ഥാൻ സൈന്യം ക്രൂരമായി അടിച്ചമർത്തി. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ ഒഴുകിയെത്തി. ഇതോടെ ഭാരത സൈന്യം ബംഗ്ലാദേശ് വിമോചന പ്രവർത്തനങ്ങൾക്കും സായുധ പോരാട്ടത്തിനും പിന്തുണ നൽകിക്കൊണ്ട് നീക്കം ആരംഭിച്ചു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വ്യോമാക്രമണത്തിലൂടെ പ്രതികരിച്ചു. തുടർന്ന് 1971 ഡിസംബർ 3 ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന യുദ്ധം ആരംഭിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദങ്ങളുണ്ടായെങ്കിലും സൈന്യം പാകിസ്ഥാന് മേൽ കനത്ത പ്രഹരമേൽപ്പിച്ചു. നിരവധി പാകിസ്ഥാൻ സൈനികരെ തടവിലാക്കി. 1971 ഡിസംബർ 16 പരാജയമുറപ്പിച്ച പാക് സൈന്യം കീഴടങ്ങി. ധാക്കയിൽ പാകിസ്ഥാൻ ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി, സംയുക്ത സേനയുടെ ജോയിന്റ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജീത് സിംഗ് അറോറയുടെ സാന്നിധ്യത്തിലുണ്ടാക്കിയ ഉടമ്പടിയോടെ വിമോചന പോരാട്ടങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന പരമാധികാര രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. യുദ്ധത്തിൽ രാജ്യത്തിന്റെ ധീര സൈനികർ, വിമോചന സമര പോരാളികൾ, സാധാരണക്കാരായ പൗരന്മാരുൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു. ഭാരതത്തിന്റെ ധീര സൈനികർ രക്തം നൽകി നേടിയ വിജയത്തിന്റെ ഫലമാണ് ബംഗ്ലാദേശ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ഡിസംബർ 16 കടന്നുപോകുന്നത്. ജനം, ഡൽഹി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നമസ്തേ. ബംഗ്ലാദേശ് വിജയ് ദിവസ്, ബംഗ്ലാദേശ് എന്ന രാജ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ഭാരതം വഹിച്ച പങ്കും നിസ്തുലമാണ്. എങ്ങനെ ഓർത്തെടുക്കാം ബംഗ്ലാദേശ് വിജയ് ദിവസത്തെ? രോഹിണി, വീണ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷിക്കുമ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ പരമാധികാര രാഷ്ട്രത്തിന്റെ സ്ഥാപന ദിനം എന്നതിനപ്പുറത്തേക്ക് രോഹിണി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ ഭാരതം വഹിച്ചിട്ടുള്ള പങ്ക്, ഭാരതത്തിന്റെ സൈന്യം കൊടുത്തിട്ടുള്ള വില എത്രത്തോളമാണ് എന്നുള്ളത് ചരിത്രം നമുക്ക് മുൻപിലുണ്ട്. ഇന്ന് കൊൽക്കത്തയിലാണ് രാജ്യത്ത് ബംഗ്ലാദേശ് വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികൾ എല്ലാ വർഷവും നടന്നു വരാറുള്ളത്. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനത്ത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഈ ബംഗ്ലാദേശ് വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് നടക്കും. അതിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ ഇന്നാണ് നടക്കുന്നത്. അതിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രതിനിധികളും ഈ സായുധ യുദ്ധത്തിൽ, ഖൊറില്ല യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിനിധികളും, ഒപ്പം നിലവിൽ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 9 അംഗ ബംഗ്ലാദേശ് പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം തന്നെ കൊൽക്കത്തയിൽ എത്തിയിരുന്നു. അവർ ഇന്ന് നടക്കുന്ന കൊൽക്കത്തയിൽ ഈസ്റ്റേൺ ആർമി കമാൻഡ് ആസ്ഥാനത്ത് നടക്കുന്ന ഈ പരിപാടികളിൽ പങ്കെടുക്കും.
ഒപ്പം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ബംഗാൾ ഗവർണർ CB ആനന്ദബോസും ഉൾപ്പെടെയുള്ളവരും ഈ പരിപാടിയിൽ ഔദ്യോഗികമായി പങ്കെടുക്കുന്നുണ്ട്. രാവിലെ ഈ യുദ്ധത്തിൽ ജീവൻ നൽകിയിട്ടുള്ള ധീരരായ സൈനികർക്ക് ആദരിച്ചുകൊണ്ട് അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള പുഷ്പാർച്ചനയിൽ ഗവർണർ CB ആനന്ദബോസ് പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് പ്രത്യേക സൈനിക പ്രദർശനം നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പങ്കെടുക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരത വിഭജന സമയത്ത് തന്നെ 1947 ഭാരതത്തെ വെട്ടിമുറിച്ച സമയത്ത് തന്നെ ഈ കിഴക്കൻ പാകിസ്ഥാൻ മേഖലയിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയും പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം മതവിശ്വാസികൾ തന്നെയാണ് എങ്കിൽ പോലും, ഭൂരിപക്ഷം അത്രയാണെങ്കിൽ പോലും വ്യത്യസ്തമായ ജീവിത രീതി, ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ സംസ്കാരം പിന്തുടരുന്നവർ, അതിൻ്റെ ഭാഗമായി അവർക്ക് സ്വയം ഭരണം വേണമെന്ന വലിയ ആവശ്യം ഈ 1947 ഭാരത വിഭജന സമയത്ത് തന്നെ ഉയർന്നിരുന്നു. അതിനുശേഷം വലിയ അതൃപ്തി അവിടെ ആ മേഖലയിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. ഭാരതത്തിലേക്ക് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ആ സമയത്ത് എത്തി. 1960-70കളുടെ തുടക്കത്തോടു കൂടിയാണ് സായുധ പോരാട്ടത്തിലേക്ക്, ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി സായുധ പോരാട്ടത്തിലേക്ക് ആ ഒരു മേഖല, കിഴക്കൻ പാകിസ്ഥാൻ മേഖല കടക്കുന്നത്. അതിന് ഭാരതം പിന്തുണ നൽകുകയും പാകിസ്ഥാനുമായുള്ള യുദ്ധം ഏകദേശം 13 ദിവസം നീണ്ടുനിന്ന തുറന്ന യുദ്ധമാണ് ഉണ്ടായിട്ടുള്ളത്. ഭാരതത്തിന് നിരവധി സൈനികരെ നഷ്ടമായി, അവരുടെ ജീവൻ നഷ്ടമായും. എങ്കിലും പാകിസ്ഥാന് മേൽ കനത്ത പ്രഹരമേൽപ്പിക്കാനും ആ യുദ്ധത്തിൽ വിജയം നേടാനും ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പിറകെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് ബംഗ്ലാദേശ് എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ രൂപീകരണം. ഇന്നത്തെ പ്രസക്തി നോക്കുമ്പോൾ ഇന്ന് ബംഗ്ലാദേശിൽ കടുത്ത ന്യൂനപക്ഷ വിവേചനവും ഹിന്ദുവും സിഖും പാഴ്സിയും ജൈനും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കടുത്ത അതിക്രമം നേരിടുമ്പോഴാണ് ഒരു ബംഗ്ലാദേശ് വിജയ് ദിവസം കൂടി കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു പരമാധികാര രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ അവിടെ 22% മുകളിൽ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് 7% താഴേക്ക് എത്തിയിരുന്നു. 71-ൽ 22% മുകളിൽ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് 7% താഴേക്ക് എത്തിയിരിക്കുന്നു. സിഖും പാഴ്സിയും ജൈനും ഉൾപ്പെടെയുള്ളവർ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി ബംഗ്ലാദേശിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപം, ആദ്യം ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയും പിന്നീട് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ നടന്നിട്ടുള്ള തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം വലിയൊരു ഹിന്ദു വംശഹത്യയായി അവിടെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടു. നിരവധി ആരാധനാലയങ്ങൾ തകർത്തു, നിരവധി ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. അതിനെതിരെ അതിശക്തമായ ശബ്ദം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി നേരിട്ട് ധാക്ക സന്ദർശിച്ച് അവിടെ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അവരുടെ ആരാധനാ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം, ഭാരതത്തിന്റെ ആവശ്യം ധാക്കയിൽ പോയിക്കൊണ്ട് ധാക്കയിൽ കൂടിക്കാഴ്ചയിൽ ഉയർത്തുകയുണ്ട്. അത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായി വേട്ടയാടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു ബംഗ്ലാദേശ് വിജയ് ദിവസ് കടന്നു പോകുന്നത്. ഭാരതത്തെ സംബന്ധിച്ച് എപ്പോഴും അയൽ രാജ്യങ്ങളിൽ നിന്ന് വിവേചനം നേരിട്ട് പലായനം ചെയ്തെത്തുന്നവർ, അഭയാർത്ഥികളായി എത്തുന്നവരെ സ്വീകരിക്കുകയും അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്ന പരിഹാരത്തിന് എത്രത്തോളം സാധ്യമാകുന്ന ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് മുൻപേ തന്നെ ഭാരതത്തിന്റെ നിലപാടുകളാണ്. ആ നിലപാടുകൾ ഇന്നും ഭാരതം തുടർന്നു വരുന്നു. അത്തരത്തിൽ ഭാരതം എടുത്തൊരു വലിയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപീകരിച്ചത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ബംഗ്ലാദേശ് വിജയ് ദിവസം കടന്നു പോകുന്നത്. ഇന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊൽക്കത്തയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന പരിപാടി നടക്കുന്നത്. ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രതിനിധി സംഘം പങ്കെടുക്കും. മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഗവർണർ CB ആനന്ദബോസും ഉൾപ്പെടെയുള്ള സർക്കാർ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. അതിൽ രാജ്യത്തിന് വേണ്ടി ഈ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ ജീവൻ നൽകിയ സൈനികരെ ആദരിക്കും, അനുസ്മരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ വിജയ് ദിവസിന്റെ ആശംസകൾ, അതിന്റെ സന്ദേശം പങ്കുവെക്കും എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്. ജിഷ്ണു, മറ്റൊരു കാര്യം കൂടി, നമുക്ക് രാജ്യസഭയിൽ ഇന്ന് ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ആരംഭിക്കുകയാണല്ലോ. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് സംസാരിക്കുക എന്നറിയുന്നു. നേരത്തെ ലോക്സഭയിൽ നടന്ന ചർച്ച നമുക്കറിയാം, ഭരണഘടനാ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. ജിഷ്ണു, ഈ ഇന്നത്തെ ചർച്ച നിർമ്മല സീതാരാമൻ തുടങ്ങി വെക്കുന്നു. ഇപ്പോൾ രാജ്യസഭയിൽ എങ്ങനെയായിരിക്കും ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഒരു പൊതു സ്വഭാവം വരാൻ പോകുന്നത്?
വീണ, പാർലമെന്റിൽ ഇന്ന് രാജ്യസഭയിൽ സഭയുടെ മറ്റു പ്രവർത്തനങ്ങൾ, മറ്റ് നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുകൊണ്ടാണ് ഇന്നും നാളെയും ഭരണഘടനയുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ച നടക്കുന്നത്. ആ ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നായിരുന്നു അറിയിച്ചതെങ്കിലും അദ്ദേഹം ഛത്തീസ്ഗഡിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അതിനാൽ സഭയിലെത്തിയില്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആയിരിക്കും ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുക. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങൾ, പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. ഭരണഘടനയുമായി ബന്ധപ്പെട്ട, നിലവിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ വാക്കുകൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും, ഒപ്പം നിലവിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാക്കളുടെയും വാക്കുകൾ രാജ്യസഭയിൽ ഉണ്ടാകും. വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസം വെള്ളി, ശനി ദിവസങ്ങളിലായിരുന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ച ലോക്സഭയിൽ നടന്നത്. രൂക്ഷമായ വിമർശനം, വസ്തുതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അധികാരത്തിലിരുന്നപ്പോൾ എങ്ങനെയാണോ ഭരണഘടനാ മൂല്യങ്ങളെ തട്ടിയെറിഞ്ഞത് കോൺഗ്രസ് എന്നുള്ളത് വിശദീകരിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെയും കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജുവിന്റെയും എല്ലാം തന്നെ പ്രസംഗം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കിരൺ റിജു വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്, ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന പ്രസംഗമായിരുന്നു കിരൺ റിജു നടത്തിയത്. കൂടാതെ പാർലമെന്റിൽ ഇന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പുതുതായി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചാർട്ടിൽ, ബിസിനസ് ചാർട്ടിൽ ബില്ലിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ബില്ല് അവതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമെന്ന് അറിയുന്നു. രാജ്യസഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ഇന്നും നാളെയുമാണ് രാജ്യസഭയിൽ ചർച്ച നടക്കുക. വീണ. ശരി ജിഷ്. റോഡ് അപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത യോഗം ഇന്ന് ചേരും. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ഗതാഗത കമ്മീഷണറും ജില്ലാ പോലീസ് മേധാവിമാരുമായിട്ടാണ് ചർച്ച നടത്തുക. റോഡിൽ സംയുക്ത പരിശോധന നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. ചൊവ്വാഴ്ച ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം ഗതാഗത മന്ത്രിയും വിളിച്ചിട്ടുണ്ട്. ശാലിനി ചേരുന്നു. ശാലിനി, അടിക്കടി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പ്രധാനമായും വിശകലനം ചെയ്യുക? രോഹിണി, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങൾ, പ്രധാനമായും പത്തനംതിട്ടയിലുണ്ടായ ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളുടെ മരണവാർത്ത, തൊട്ട് മുൻപ് ദിവസങ്ങളിൽ നടന്ന പാലക്കാട് 4 വിദ്യാർത്ഥിനികളുടെ മരണം, അതിനു മുൻപ് ആലപ്പുഴ നടന്ന 4 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അപകട മരണം, ഇതടക്കമുള്ള കാര്യങ്ങൾ മുൻനിൽക്കുമ്പോഴാണ് വലിയ രീതിയിലുള്ള ആശങ്കകൾ സംസ്ഥാനത്തെ റോഡുകളിൽ ഉണ്ടാകുന്നത്. ഈ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ, ഒപ്പം തന്നെ ഏതൊക്കെ രീതിയിൽ ഈ അപകടങ്ങൾ കുറയ്ക്കാനും, ഒപ്പം തന്നെ റോഡിന്റെ ശോചനീയാവസ്ഥയും റോഡിലുണ്ടാകുന്ന ഈ അപകടങ്ങൾ കുറയ്ക്കാനുള്ള നടപടികളും ചർച്ച ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ഇന്നൊരു ഉന്നതതല യോഗം മന്ത്രി അടക്കമുള്ളവർ വിളിച്ചിട്ടുള്ളത്. ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗതാഗത കമ്മീഷണർ CH നാഗരാജുവും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും സംസ്ഥാനത്തെ നിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് യോഗം ചർച്ച ചെയ്യുക. ഈ 4 സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടി പ്രധാനപ്പെട്ട റോഡുകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഒപ്പം തന്നെ കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുള്ള വിവിധ റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ കാര്യമായി സർക്കാർ പരിഗണിച്ചില്ല. ആ പരിഗണിക്കാത്തതും ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. ഏകദേശം 4ഓളം നാറ്റ്പാക്കിന്റെ പരിശോധനാ ഫലങ്ങളും ഒപ്പം തന്നെ റിപ്പോർട്ടുകളും സർക്കാരിന് മുൻപിൽ ഇരിക്കുകയാണ്. ഇതിന്റെ ശുപാർശകളടക്കം സർക്കാർ പരിഗണിക്കാത്തതും നടപ്പിലാക്കാത്തതുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നാറ്റ്പാക്കിന്റെ നിർദ്ദേശങ്ങളടക്കം പരിഗണിച്ച് ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ സംയുക്ത ഉന്നതതല യോഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് MVD പോലീസ് സംയുക്ത യോഗം ചേരുകയാണ്. ഓക്കെ, മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാവുന്നത്, അയ്യപ്പസ്വാമിക്ക് മുടങ്ങാതെ ഗാനാർച്ച സമർപ്പിക്കണം. തന്റെ ഏറ്റവും വലിയ ആഗ്രഹം പങ്കുവയ്ക്കുകയാണ് പത്തനംതിട്ട പെരുന്നാൾ സ്വദേശിനിയായ ബാലിക ഇസബേൽ V പ്രശാന്ത്. 2 തവണ മാളികപ്പുറമായി ശബരിമല സന്നിധാനത്തും തുടർന്ന് 13 തവണ പമ്പയിലും അയ്യന് സംഗീതാർച്ചന സമർപ്പിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചു ഗായിക നമുക്ക് കാണാം. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ
കുടിയിരിക്കും സ്വാമി. വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി. വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. അയ്യപ്പ സ്വാമിയാണ് ഇസബേലിന് എല്ലാം. കുഞ്ഞിലെ മുതൽ അയ്യപ്പ ഭക്ത. സന്നിധാനത്ത് പോണം, അയ്യപ്പ സ്വാമിയെ കാണണം, ആ തിരുസന്നിധിയിൽ പാടണം. ഇസബേലയുടെ ഈ ആഗ്രഹം 2 വർഷം മുൻപ് സാധിച്ചു. 2 തവണ അയ്യപ്പ സന്നിധിയിൽ ഗാനാർച്ചന നടത്തി. പിന്നീട് പമ്പ ഗണപതി കോവിലിന് മുന്നിൽ ആഞ്ജനേയ ഓഡിറ്റോറിയത്തിൽ 13 തവണയും പാടി. കല്ലുമല മുള്ളുമല മലകൾ ചവിട്ടി ഉള്ളിൽ വില്ലൊടിച്ചാൻ പാട്ടുപാടി കിളിയുണർത്തി. കല്ലുമല മുള്ളുമല മലകൾ ചവിട്ടി ഉള്ളിൽ വില്ലൊടിച്ചാൻ പാട്ടുപാടും കിളിയുണർത്തി. കണ്ണുനീരും കയ്യുമായി ഞാൻ എവിടെ വന്നെത്തി. എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേൻ. അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. 9ാമത്തെ വയസ്സിലാണെങ്കിൽ ഞാൻ ശബരിമല പോയി പാടി. ഒരു ഡിസംബർ മാസത്തിലായിരുന്നു. പിന്നെ ഫെബ്രുവരി ആയപ്പോൾ പിന്നെ ഒന്നുകൂടെ ഒന്ന് പാടി. അന്നേരം രണ്ടാമതും ആദ്യമായി പാടിയപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ആരോ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് അയ്യപ്പനായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. അത് പിന്നെ ഞാൻ മുടങ്ങാതെ പമ്പേ വന്ന് പാടാൻ തുടങ്ങി. ഈ വരുന്ന 41 വിളക്കിനും ഞാൻ പോകുന്നുണ്ട് പാടാൻ. അതൊരു നേർച്ച പോലെയാണ്. എനിക്ക് പാട്ടുപാടി കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇത് നിൽക്കാതെ മുടങ്ങാതെ എനിക്ക് പാടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഒരിക്കലും നിർത്താതെ. അപ്പോൾ 41 വിളക്കിന് എനിക്ക് പാടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹം മാത്രമല്ല, എനിക്ക് അവിടെ പാടണം. പിന്നെ ഞാൻ ഈ 41 വിളക്കിന് പോയി പാടും. അതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. പിന്നെ അയ്യപ്പനോടുള്ള ഇഷ്ടം ഭയങ്കരമാണ്. ഒട്ടനവധി സംഗീത മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി പുരസ്കാരങ്ങളും ഈ കൊച്ചുമിടുക്കി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇസബേലിന്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടും പ്രോത്സാഹനവും അമ്മ ആശാ പ്രശാന്താണ്. കുട്ടിയുടെ പിതാവ് പ്രശാന്ത് 3 വർഷം മുൻപ് മരണപ്പെട്ടു. ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയാളാണ് ഇസബേൽ. മാളികപ്പുറം സിനിമ കണ്ടതു മുതൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹവും പറയുകയാണ് ഇസബേൽ. തന്റെ ജീവിതവുമായി ഈ സിനിമയ്ക്ക് ഏറെ സാമ്യമുണ്ടെന്നും ഇസബേലയുടെ നിഷ്കളങ്കത നിറഞ്ഞ വാക്കുകൾ. കാരണം അത് എൻ്റെ കഥ പകർത്തി വെച്ച മാതിരിയാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് 8ാം വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിച്ചതും. അപ്പം മുതൽ എനിക്ക് ആഗ്രഹമാണ് ഉണ്ണിമുന്തൻ സാറിനെ കാണണമെന്നും സെൽഫി എടുക്കണമെന്നും ഭയങ്കര ആഗ്രഹമാണ്. അന്ന് ഷൂട്ടിങ്ങിന് ഞാൻ പോയി കണ്ടായിരുന്നു. പക്ഷേ സാറാണെങ്കിൽ അന്ന് ക്ഷീണിതനായിരുന്നു. അപ്പം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, തിരിച്ചു വന്നു. പക്ഷേ ഈ കഥ എൻ്റെ ജീവിതത്തിൽ സാമ്യമുള്ളതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കണ്ടപ്പോൾ പോലെ എനിക്ക് ഇതുപോലെ എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, രാജേഷ് ചേട്ടൻ. ആ ചേട്ടനാണ് എന്നെ ഇതുപോലെ കൊണ്ടുപോയത്. അയ്യപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയത് ആ ചേട്ടനാണ്. അന്ന് ആദ്യമായിട്ട് പോകുമ്പോൾ ഞാനും എൻ്റെ മാമച്ചനും വല്യമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ രാജേഷ് ചേട്ടൻ്റെ കൂടെയാണ് പോയത്. എൻ്റെ ഏറ്റവും മൂത്ത എണ്ണം ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ട് പോയപ്പോൾ കന്യാസ്വാമിയുടെ പോയപ്പോൾ ശരം കുത്തി അങ്ങനെ പോയായിരുന്നു. പിന്നെ എനിക്ക് ഈ സിനിമ കണ്ട് പിന്നെ എനിക്ക് അയ്യപ്പനെ കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമാണ് അയ്യപ്പനെ. പിന്നെ ഈ സിനിമ എൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം അമ്മ ഇത് കണ്ടിട്ടില്ലായിരുന്നു. 1 വർഷത്തോളം കഴിഞ്ഞപ്പോൾ അമ്മ അത് കണ്ടപ്പോഴാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞു ഇത് കുഞ്ഞിൻ്റെ ജീവിതമായിട്ട് സാമ്യമുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അച്ഛനെ പറ്റി ഓർമ്മ വരുമ്പോൾ ഉള്ളൊരു പാട്ടുണ്ട്. രാജീവ് ആലങ്കൽ സാർ എഴുതിയൊരു പാട്ടാണിത്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മറുത്തണലിലുറങ്ങാൻ. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാൻ. വൃശ്ചികക്കാറ്റുപോൽ എന്നെ തലോടിയ പിച്ചകപ്പൂവായുണരാം ഞാൻ കൊച്ചരിപ്രാവായി പറക്കാം. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മറുത്തണലിലു
ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട. എന്തായാലും ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ, മിടുക്കിയായ ഒരു കലാകാരിയായി തന്നെ വരട്ടെ. വീണ, അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം 1 മണിക്കൂർ പിന്നിട്ടു. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളൊന്ന് നോക്കി വരാം. തബലയുടെ ഉസ്താദ് സാക്കിർ ഹുസൈൻ ഇനി ഓർമ്മ. അന്ത്യം 73-ാം വയസ്സിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വിടവാങ്ങിയത് തബലയെ വിശ്വത്തോളം ഉയർത്തിയ പ്രതിഭ. ബംഗ്ലാദേശ് വിജയ് ദിവസ് ഓർമ്മയിൽ രാജ്യം. പാകിസ്ഥാനെതിരെ ഭാരത സൈന്യം നേടിയ വിജയത്തിന്റെ ദിനം. സ്വതന്ത്ര ബംഗ്ലാദേശ് പിറവിയുടെ 53-ാം വാർഷികവും ഇന്ന്. ഭരണഘടനാ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച തുടങ്ങിവെക്കും. പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. മതഭീകരതയ്ക്ക് വീണ്ടും കുടപിടിച്ച CPM. മെക്സ് 7 പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ആരോപണത്തിൽ മലക്കം മറിഞ്ഞ പി മോഹനൻ. പാർട്ടിയിലും ഒറ്റപ്പെട്ട CPM. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. ശബരിമലയിലേക്ക് ഭക്തരുടെ ഒഴുക്ക്. ഇന്നലെ മാത്രം 71,209 പേർ ദർശനം നടത്തി. നടവരവിലും വർധന. കാനനപാത വഴി എത്തുന്നവർക്ക് സന്നിധാനത്ത് ക്യൂ നിൽക്കാതെ ദർശനം നടത്താം. തീരുമാനം വരും ദിവസങ്ങളിൽ നടപ്പിലാക്കും. സംസ്ഥാനത്തെ വാഹന അപകട പരമ്പരയിൽ ADGP വിളിച്ച യോഗം ഇന്ന്. ഗതാഗത കമ്മീഷണറും ജില്ലാ പോലീസ് മേധാവിമാരും പങ്കെടുക്കും. പനയമ്പാടം അപകടത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗം ഇന്ന്. പ്രാഥമിക അന്വേഷണം ആരംഭിച്ച പോലീസ്. MS സൊല്യൂഷൻസ് ജീവനക്കാരുടെ മൊഴി ഉടനെടുക്കും. ADMന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതി. രാഷ്ട്രീയ പകപോക്കലാണ് നടന്നതെന്ന് സാമൂഹിക പ്രവർത്തക വീണാമണി. പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യത ഉണ്ടായിരുന്നില്ല. കാര്യമായ അന്വേഷണം വേണമെന്നും വീണാമണി ജനം TVയോട്. തൂങ്ങി മരണമല്ല എന്ന് വെച്ചാൽ ഇത്തിരി ചെറിയൊരു കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ 56 കിലോയിലധികം ഉള്ള ഒരു സാറിന് അപ്പോൾ കയർ പൊട്ടിപ്പോവുക. അത് ചെറിയ നൂലാണ്. അതും ശരിക്കും അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇപ്പം പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നാടകീയ ജയം. സിറ്റിയെ വീഴ്ത്തിയത് 1-2 ഗോളിന്. യുണൈറ്റഡിന്റെ ജയം അവസാന മിനിറ്റിൽ. കേരളത്തിലെ അപൂർവം ശനീശ്വര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറേ കൊട്ടാരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ശനീശ്വര പ്രീതിക്കായി പേരുകേട്ട ക്ഷേത്രത്തിൽ ശനിദോഷമുക്തിക്കായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തരെത്തുന്നു. നെയ്വിളക്കും കളഭാഭിഷേകവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ആ റിപ്പോർട്ട് കാണാം. കേരളത്തിലെ അപൂർവം ശനീശ്വര ക്ഷേത്രങ്ങളിലൊന്നാണ് ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറേ കൊട്ടാരം ശ്രീധർമ്മശാസ്താ ക്ഷേത്രം.
ശനീശ്വര പ്രീതിക്കായി പേരുകേട്ട ക്ഷേത്രത്തിൽ ശനിദോഷമുക്തിക്കായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തുന്നു. നെയ്വിളക്കും കളഭാഭിഷേകവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ചേർത്തല റെയിൽവേ സ്റ്റേഷന് 1.5 കിലോമീറ്റർ വടക്ക് തങ്കിക്കവലയിൽ നിന്നും പടിഞ്ഞാറ് കൊട്ടാരം റെയിൽവേ ക്രോസിനടുത്താണ് പ്രശസ്തവും അതിപുരാതനവുമായ പടിഞ്ഞാറെ കൊട്ടാരം ശ്രീധർമ്മശാസ്ത ക്ഷേത്രം. കലിയുഗ വരദനും ആശ്രിത വത്സലനും ആപത് ബാന്ധവനുമായ ശ്രീധർമ്മശാസ്താവ് പ്രധാന ദേവനായി ഇവിടെ കുടികൊള്ളുന്നു. ഏഴരശനി, കണ്ടകശനി, ജന്മശനി തുടങ്ങിയ ദോഷങ്ങൾ മൂലം വലയുന്ന ഭക്തർ ശനിദോഷമുക്തിക്കായി ക്ഷേത്രത്തിലേക്കെത്തുന്നു. കലിയുഗത്തിൽ ശനിദോഷം കൊണ്ട് ഉലയുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ആഴ്ചയിൽ ശനിയാഴ്ച ദിവസം എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ ശനിദോഷം ഒഴിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടി ശനീശ്വരന് പ്രത്യേകമായി നെയ്വിളക്ക് തെളിക്കലും അതുപോലെ തന്നെ നീരാഞ്ജന തെളിക്കലും അതുപോലെ തന്നെ ശനീശ്വരൻ്റെ ഇഷ്ടനിവേദ്യമായ ഇടിച്ച് പിഴിഞ്ഞ് പായസം നൽകിയും അഷ്ടാഭിഷേകം പോലുള്ള പ്രധാന വഴിപാടുകൾ നടത്തിയും ഭക്തജനങ്ങൾ അവരുടെ അനുഗ്രഹ പ്രീതിക്കായി എല്ലാ കാര്യസാധ്യതയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്നുകൂടുന്ന ഭക്തജനങ്ങളുടെ തിരക്കും അതുപോലെ നടക്കുന്ന വഴിപാടുകളുടെ ക്രമവും അതാണ്. ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠാസങ്കല്പമായ ശ്രീ ഭഗവതി മംഗല്യദോഷത്തിനും നെടുമാംഗല്യത്തിനും ഐശ്വര്യ അഭിവൃദ്ധിക്കുമായി അനുഗ്രഹവർഷം ചൊരിഞ്ഞ് പാൽക്കടലിന് അഭിമുഖമായി കുടികൊള്ളുന്നു. ധർമ്മശാസ്താവിന്റെ ശ്രീമൂലസ്ഥാനത്ത് പരമശിവനും ഗണപതിയും കുടികൊള്ളുന്നു. ക്ഷേത്രത്തിൽ ശാസ്താവിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നെയ്വിളക്കാണ്. പുഷ്പാഭിഷേകവും കളഭാഭിഷേകവും ഭസ്മാഭിഷേകവും നെയ്വിളക്കും മറ്റ് പ്രധാന വഴിപാടുകളാണ്. മണ്ഡലകാലത്ത് 41 ദിവസവും പ്രത്യേക പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര പ്രീതിക്കായി നിരവധി ഭക്തർ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തുന്നു. 2025 ജനുവരി 1 മുതൽ ശാസ്താവിനും ഉപദേവന്മാർക്കുമായി ശാസ്താമൃതം എന്ന പേരിൽ ഒരു ദിവസത്തെ പൂജ നടത്തുവാനുള്ള സൗകര്യങ്ങളും ക്ഷേത്ര ഭരണസമിതി ഒരുക്കുന്നുണ്ട്. ധർമ്മശാസ്താവിൻ്റെ തൊട്ട് സമീപത്തുള്ള ഭഗവതിയുടെ ക്ഷേത്രം ചെമ്പ് മെയ്യുന്നതിനും അതുപോലെ രക്ഷസിൻ്റെ ആലയം ചെമ്പ് മെയ്യുന്നതിനും ഭഗവതിയുടെ മുൻപിലുള്ള കളയെഴുത്തും പാട്ടുപുര പുതുക്കി തേക്കിൻതടിയിൽ നിർമ്മിക്കുന്നതിനുമുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് ശാസ്താമൃതം എന്ന ഒരു വഴിപാട് പ്രത്യേകമായിട്ട് ഒരു ദിവസത്തെ പൂർണ്ണമായ എല്ലാ പൂജകളും ആ പൂജകൾക്കുള്ള നിവേദ്യങ്ങൾ സഹിതം കൊടുക്കത്തക്ക രീതിയിൽ അതും ഇവിടെ പിന്നെ അതിനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട്. ജനുവരി ഈ വരുന്ന 2025 ജനുവരി മുതൽ ആ കർമ്മം ഇവിടെ തുടരുന്നതാണ്. എല്ലാ പ്രകാരത്തിലും ഈ ക്ഷേത്രത്തിൽ വന്നെത്തുന്ന ഏത് ഭക്തർക്കും ശനിയുടെ ദോഷം അകറ്റുന്നതിന് പ്രത്യേകമായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ ഇവിടുത്തെ ഭക്തജനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. എല്ലാ നിലയിലും ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭക്തജനങ്ങൾ ഈ നാട്ടിൽ മുഴുവനായിട്ടും ഉണ്ട്. അവർ ജാതി മതഭേദമന്യേ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങൾ പ്രത്യേകമായി നടക്കുന്നു. എല്ലാത്തിനുപരിയായി അന്നദാന പ്രഭുവായ ധർമ്മശാസ്താവിൻ്റെ ഈ മണ്ണിൽ എല്ലാ സന്ദർഭങ്ങളിലും എന്ത് പരിപാടി നടത്തിയാലും അതോടൊപ്പം അന്നദാനം നൽകാറുണ്ട്. 2016 ഡിസംബറിൽ ക്ഷേത്രത്തിൽ നടന്ന വിശ്വപ്രസിദ്ധമായ അയ്യപ്പ മഹാസത്രം അയ്യപ്പ ഭക്തരുടെ മഹാസംഗമത്തിന് വേദിയായി. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണിപ്പോൾ. ഡിസംബർ 10 കൊടിയേറിയ ഉത്സവം 17 സമാപിക്കും. 10 തീയതി കൊടിയേറി 17 തീയതി ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. അന്നേരം അതിനിടയ്ക്ക് എല്ലാ ദിവസങ്ങളും ആദ്യത്തെ കൊടിയേറ്റിന് തലേ ദിവസം ഇവിടെ ഒരു ദേശതാലപ്പൊലിയുണ്ട്. ദേശതാലപ്പൊലി കഴിഞ്ഞിട്ടാണ് കൊടി കയറുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മണികണ്ഠൻ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് ഇവിടെ. അവരുടെ വകയായിട്ട് കൊടിമരം കൊടിയേറ്റ് സദ്യ ഉണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം
ശ്രീധർമ്മശാസ്ത്ര സേവാ സംഘത്തിൻ്റെ അകസാണ്. അവർ അശ്വതി ഊട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഉച്ചയ്ക്ക് അശ്വതിയുടെ അന്ന് ഉച്ചയ്ക്ക് സദ്യയുണ്ട്. മറ്റുള്ള എല്ലാ അമ്പലത്തിലെ എല്ലാ പ്രധാന വഴിപാടുകളെല്ലാം അന്ന് നടക്കുന്നുണ്ട്. അതുകൂടാതെ അശ്വതി, ഭരണി, കാർത്തിക, മകയിരം ഈ 3 അഗസ്സുകളാണ്. അഗസ് ഓരോ കുടുംബക്കാരും ട്രസ്റ്റുമായിട്ട് നടത്തുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ ഉത്സവമാണ് തിരുവാതിര. ഇത്തവണ വൃശ്ചികത്തിലാണ് തിരുവാതിര വന്നിരിക്കുന്നത്. എന്താ ഞാൻ ഇവിടെ ആറാട്ടാണ് നാളെടുത്ത് അതിൻ്റെ പുറകോട്ട് ആണ് കൊടിയേറ്റ് വരുന്നത്. അതുകൊണ്ട് ഇത്തവണ സാധാരണ വരുന്നത് ധനുമാസ തിരുവാതിരയാണ്. ആ തിരുവാതിര ഇവിടെ ആഘോഷിക്കാറുണ്ട്. തിരുവാതിര ആഘോഷം ഇത്തവണത്തെ തിരുവാതിര മഹോത്സവം നടത്തുന്നത് ഇവിടെ 2 കരയോഗമാണ്. തെക്ക് ഭാഗം 1621 നമ്പർ NSS കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തവണത്തെ തിരുവാതിര മഹോത്സവം നടക്കുന്നത്. പിറ്റേ ദിവസം പുണർദം ആണ് ഇവിടുത്തെ ആറാട്ട് ഉത്സവം 1621 വടക്ക് ഭാഗം NSS കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതാണ്. അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ കൂടെ തന്നെ കാവടി വരവുണ്ട്. കാവടി ആടുന്നത് പിറ്റേ ദിവസമാണ്. 18-ാം തീയതി രാവിലെ 10 മണിക്കാണ് കാവടി ആടുന്നതും. അത് കളഭവുമുണ്ട്. കൊട്ടാരം വടക്ക്, കൊട്ടാരം തെക്ക് കരയോഗങ്ങൾ സംയുക്തമായി രൂപീകരിച്ച പടിഞ്ഞാറേ കൊട്ടാരം ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. തിരുവാതിര, പുണർദം മഹോത്സവങ്ങൾ ഓരോ വർഷവും ഇരു കരയോഗങ്ങളും മാറി മാറി ആഘോഷിക്കുന്നു. ശ്രീധർമ്മശാസ്ത്ര സേവാ സംഘം, പടിഞ്ഞാറേ കൊട്ടാരം ഭക്തജന സമിതി എന്നീ സംഘടനകൾ യഥാക്രമം അശ്വതി, ഭരണി ഉത്സവവും നടത്തുന്നു. ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ദേവി ഭാഗവത നവാഹയജ്ഞവും സപ്താഹയജ്ഞവും വർഷം തോറും നടത്തിവരുന്നത്. ഇനി നമുക്ക് രാജ്യാന്തര തലത്തിലേക്ക് പോകാം. സിറിയൻ വിമതരുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ചതായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സംഘടന തന്നെയാണ് ഹയാത്ത് തഹ്രീർ അൽ-ഷം എങ്കിലും നയതന്ത്ര ബന്ധം സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. HTSുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അറിയിച്ചിരുന്നു. ഐസൺ ജോസ് ചേരുന്നതിനുമായി. ഐസൺ, എങ്ങനെയാണ് ഈ ഒരു നയതന്ത്ര ബന്ധം HTSുമായി സ്ഥാപിക്കാൻ കഴിയുന്നത് എന്ന കാര്യം ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ എത്രത്തോളം ഒരു മുന്നോട്ട് പോയിട്ടുണ്ട്? വീണ, തീർച്ചയായും ഈ HTSുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ അത് തുടരുക എന്നൊരു നീക്കം ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്. ആന്റണി ബ്ലിങ്കനും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും ഈ കാര്യം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നയതന്ത്ര ബന്ധം സാധ്യമാകുമെന്ന നിലപാട് തന്നെയാണ് അവർ അറിയിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഇവരെ ഭീകര പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറല്ല എന്ന് ബ്രിട്ടൻ പറയുന്നുണ്ട് എങ്കിൽ കൂടി ഇപ്പോൾ നയതന്ത്ര ബന്ധം സാധ്യമാകുമെന്ന് പറയുന്നു. ആന്റണി ബ്ലിങ്കനും അത് തന്നെ പറയുന്നു. സ്വാഭാവികമായും നമുക്ക് അതിൽ നിന്നും കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഈ ഭീകര സ്വഭാവമുള്ളൊരു സംവിധാനത്തെ തന്ത്രപരമായി ഹാൻഡിൽ ചെയ്യുക എന്നൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതുണ്ടാകുമ്പോൾ അതിൽ വലിയൊരു നീക്കങ്ങൾ കൂടി, അതായത് കിഴക്കൻ സിറിയയുടെ പലയിടങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്, സൈനിക സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് കൃത്യമായ ഇസ്രായേലിനോട് ചേർന്ന ഒരു ആക്രമണം നടത്തിയിരുന്നു. ആ ആക്രമണത്തിൻ്റെ കൂടി ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിൻ്റെ കൂടി ഒരു ബെനിഫിറ്റാണ് ഇപ്പോൾ ഈ നയതന്ത്ര ബന്ധം സാധ്യമാക്കാമെന്ന നിലപാടിലേക്ക് HTS എത്തിയത് എന്നും കരുതേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ HTS എന്ന് പറയുന്നത് ഒരു വിമത ഭീകര സ്വഭാവമുള്ള സംഘടനയാണ്. അത്തരത്തിൽ ഭീകര സ്വഭാവമുള്ളൊരു സംഘടനയാകുമ്പോൾ ലോകം മുഴുവൻ ആ ഒരു തരത്തിൽ തന്നെയായിരിക്കും ആ സംഘടനയെ കാണുക. അതുകൊണ്ട് തന്നെ അവരുമായുള്ള ആയുധ ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ട്രേഡ് ഇടപാടുകളോ ഒന്നും തന്നെ ഒരു വ്യവസ്ഥാപിത സർക്കാരുമായി നടക്കുന്ന യാതൊരു കാര്യങ്ങളും നടത്താൻ സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ടാകും. പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷയെ കരുതി അവിടെ അധികാരത്തിലിരിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ആ സംവിധാനവുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവിടെ സൈനികമായ പിന്തുണ പലയിടങ്ങളിലും നൽകുന്നതും അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ കൃത്യമായി നടത്താൻ സാധിക്കുകയും ചെയ്യും. അതൊരു ധാരണ, നയതന്ത്രം എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് പ്രായോഗികമല്ലെങ്കിലും അതൊരു ധാരണയിലേക്ക് എത്തും എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, നയതന്ത്രം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി UN ചാർട്ടർ അംഗീകരിക്കുന്ന ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളെയാണ് നയതന്ത്രം എന്ന ഒരു ഡെഫിനിഷൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കുക. പക്ഷേ ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ ആ ഡെഫിനിഷൻ്റെ പരിധിയിൽ വരുന്നൊരു രീതിയിലുള്ള സർക്കാരോ അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനങ്ങളോ അല്ല അവിടെ ഉള്ളത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ടർക്കി സന്ദർശിച്ചിരുന്നു
സന്ദർശിച്ചിരുന്നു ആന്റണി ബ്ലിങ്കൻ. ടർക്കി സന്ദർശിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തോടെയാണ് ടർക്കി ആവശ്യമെങ്കിൽ സിറിയയ്ക്ക് സൈനിക സഹായം നൽകാമെന്ന ഒരു നിലപാടിലേക്കെല്ലാം തന്നെ നീങ്ങിയത്. അപ്പോൾ ആ രീതിയിൽ, അതായത് ടർക്കിയുടെ സൈനിക പിന്തുണ, അമേരിക്കയുടെ സൈനിക പിന്തുണ, സ്വാഭാവികമായും ഇസ്രായേൽ ഈ അടുത്ത് ഇന്ന് രാവിലെയൊക്കെ ഈ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഗോലാൻ കുന്നുകളിൽ കൃത്യമായി ഒരു താമസം, അതായത് മനുഷ്യരുടെ ഇടപെടലുകൾ ബഫർ സോണുകളിൽ നിന്ന് മാറ്റി, ആ ബഫർ സോൺ ഏരിയ എന്നത് മാറ്റി അവിടെ ജനവാസ കേന്ദ്രങ്ങളാക്കാനുള്ള നീക്കങ്ങൾ കൂടി ഇസ്രായേൽ നടത്തുന്നു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. ഒരുപക്ഷേ ഇസ്രായേൽ സിറിയ അതിർത്തി പ്രശ്നം തീർത്തും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായി, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം കൂടി നടക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു ആക്രമണത്തിനുള്ളൊരു നീക്കങ്ങൾ സിറിയയ്ക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയും കുറയ്ക്കാൻ സാധിക്കും. ഇത്തരത്തിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ നിലവിലെ താൽക്കാലിക സർക്കാരിൻ്റെ സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്ന വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായുള്ളൊരു നീക്കം കൂടിയായിരിക്കും ഈ ആന്റണി ബ്ലിങ്കനും അതുപോലെ തന്നെ ഡേവിഡ് ലാമിയും പറയുന്ന ആ ഒരു നയതന്ത്ര നീക്കം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമെല്ലാം തന്നെ ഈ സിറിയയ്ക്ക് നേരെയുള്ള ആക്രമണം നിയന്ത്രിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ടർക്കി കൃത്യമായി ആയുധ സന്നാഹങ്ങളും അതുപോലെ സൈനിക സഹായവും നൽകുമെന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന സംഭവവികാസം എടുത്തു പറയേണ്ടത് റഷ്യയുടെയും അതുപോലെ ഇറാൻ്റെയും ഇടപെടലുകൾ സംബന്ധിച്ചാണ്. അന്ന് ബഷാർ അൽ അസദിന് വേണ്ടിയാണ് റഷ്യ ഇടപെട്ടതെങ്കിൽ പിന്നീട് ബഷാർ അൽ അസദിനെ സുരക്ഷിതമായി മോസ്കോയിലേക്ക് മാറ്റിയതിന് ശേഷം റഷ്യയുടെ ഇടപെടൽ കാര്യമായി ഉണ്ടായിട്ടേ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല ഈ STS എന്ന് പറയുന്ന സംഘടന ഒരു കുറേയൊക്കെ ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ ഒരു കൺസോർഷ്യം പോലെ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. അതിൽ ജിഹാദികളുണ്ട്. ഈ ജിഹാദി വിഭാഗങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ഏത് രീതിയിൽ അംഗീകരിക്കുമെന്നത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. അത്തരത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള വിഷയങ്ങൾ ഏത് രീതിയിലാണ് ജിഹാദി വിഭാഗങ്ങൾ ഏറ്റെടുക്കുക എന്നതും അതിൻ്റെ പ്രത്യാഘാതം ഇറാൻ്റെ, നമുക്കറിയാവുന്നതാണ് ഇസ്രായേലിലുമൊക്കെ നടക്കുന്ന പ്രോക്സി വാറിൻ്റെ ഒരു സ്വഭാവം, ഹിസ്ബുള്ളയും അതുപോലെ ഹമാസും അതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളുമായി നടക്കുന്ന പ്രോക്സി വാറിൻ്റെ സ്വഭാവത്തിലേക്ക് സിറിയയെയും ആ ആംബിറ്റിലേക്ക് കൊണ്ടുവരാനുള്ളൊരു സാധ്യത വരാനുള്ള ഒരു അവസ്ഥ അത് തള്ളിക്കളയാനുമാവില്ല. അത്തരത്തിൽ ചില ഗൗരവമായ വിഷയങ്ങൾ ഇതിന് പുറകെ വരുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തുതന്നെയായാലും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് സൂചനയാണെങ്കിലും അതുപോലെ തന്നെ അത് പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയായി സർ. മറ്റൊരു വാർത്തയിലേക്ക്. മയോട്ട് ദ്വീപുകളിൽ കൊടുങ്കാറ്റ് വ്യാപക നാശം വിതച്ചതായ റിപ്പോർട്ടുകൾ, നിരവധി മരണങ്ങൾ നടന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് അധീന ദ്വീപ സമൂഹമാണ് മയോട്ട്. 225 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കൊടുങ്കാറ്റ് ദ്വീപിൽ വീശിയടിച്ചതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 3 ലക്ഷത്തിലേറെ ജനത കൊടുങ്കാറ്റിന്റെ ദുരിതം അനുഭവിക്കുന്നതായാണ് വിവരം ലഭിക്കുന്നത്. ചെസ് ബോർഡിലെ മാന്ത്രിക കരുക്കൾ നീക്കി വിജയം കൊയ്യുന്ന ഒരു 9 വയസ്സുകാരി. 2 വർഷം കൊണ്ട് ചെസ്സിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ മിടുക്കി നേടിയെടുത്തത് 8 സ്വർണ്ണ മെഡലുകൾ. തിരുവനന്തപുരം സ്വദേശി ദിവി ബിജേഷ് കോമൺവെൽത്ത് ഗെയിംസിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ അഭിമാനമായ താരമാണ്. നമുക്ക് പരിചയപ്പെടാം. ഗുകേഷിനെ പോലെ വേൾഡ് ചാമ്പ്യൻ ആകണം, ഇതാണ് ദിവ്യയുടെ ആഗ്രഹം. പറഞ്ഞു വരുന്നത് ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്റർനാഷണൽ ചെസ് താരത്തെ പറ്റിയാണ്. ദിവി ബിജേഷ് 9 വയസ്സുകാരി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ കരസ്ഥമാക്കിയത് 8 ഇന്റർനാഷണൽ ഗോൾഡ് മെഡലുകളാണ്. നമുക്ക് ദിവ്യയുടെ വിശേഷങ്ങളിലേക്ക് പോയി വരാം. വയസ്സ് മാത്രമാണ് ദിവ്യക്ക് പ്രായം. ഇതുവരെ നേടിയെടുത്ത വിജയകഥ അത്ഭുതമാണ്. ഹലോ, ഞാൻ ദിവി വിജേഷാണ്. ഞാൻ തിരുവനന്തപുരത്താണ്. ഞാൻ പഠിക്കുന്ന സ്കൂൾ അലൻഫെൽഡ് പബ്ലിക് സ്കൂളാണ്. ഞാൻ ചെസ് ടൂർണമെന്റ് കളിക്കാൻ തുടങ്ങിയത് 2022-ലാണ്. 2 വർഷത്തിനുള്ളിൽ രാജ്യത്തിന് വേണ്ടി കരുക്കൾ നീക്കി നേടിയത് 8 സ്വർണ്ണ മെഡലുകൾ. എനിക്ക് 8 ഇന്റർനാഷണൽ ഗോൾഡ് ഉണ്ട്, 4 നാഷണൽ ടൈറ്റിൽസ് ഉണ്ട്. അണ്ടർ 11 നാഷണൽ ചാമ്പ്യനും അണ്ടർ 9 സ്കൂൾസ് ചാമ്പ്യനും പിന്നെ അണ്ടർ 9 തേർഡും അണ്ടർ 7 റണ്ണറപ്പും. തായ്ലാൻഡ് വെച്ച് നടന്ന ഏഷ്യൻ സ്കൂൾസിൽ ആദ്യ ചാമ്പ്യനും. ചെസ്സിന്റെ പരിശീലനവും മുന്നോട്ടുള്ള യാത്രയും ദിവ്യയുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അനായാസമല്ല.
സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുമുണ്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്, ദിവ്യ ബിജേഷ് ആൻഡ് ദേവനാഥ് ബിജേഷ്. രണ്ടുപേരും ചെസ് പ്ലേയേഴ്സ് ആണ്. ദേവനാഥ് ആണ് ആദ്യം ചെസ് സ്റ്റാർട്ട് ചെയ്തത്. അവനൊരു കമ്പനിക്ക് വേണ്ടിയാണ് അവൻ്റെ അനുജത്തെ ദിവ്യ ബിജേഷ് കൊണ്ടുവന്നത്. ഇത് ഒത്തിരി ഫിനാൻഷ്യൽ എക്സ്പെൻസ് ഉള്ളതാണ്. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. നമ്മളെപ്പോലെ ഒരു ആവറേജ് ഫാമിലീസിനെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം അല്ല എന്നുള്ളത് ഞാൻ വളരെ ലേറ്റായിട്ട് റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്. റിയലി വി ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ഫിനാൻഷ്യലി. അപ്പം നമ്മൾ കുറച്ച് സപ്പോർട്ട്, ഗവൺമെൻറ് സപ്പോർട്ട് എന്നാലും മറ്റുള്ള സ്റ്റേറ്റ്സൊക്കെ നോക്കുകയാണെങ്കിൽ പല സ്പോൺസേഴ്സുമാണ് ഇവരെ ആൾക്കാരെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗുഗേഷ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആൾക്കാരെ പോലെ അവർക്ക് കുറച്ചും കൂടി ഗവൺമെൻറ് സൈഡാണെങ്കിലും സ്കൂൾ സൈഡാണെങ്കിലും പ്രൈവറ്റ് സെക്ടേഴ്സ് ആണെങ്കിലും കുറേ സ്പോൺസേഴ്സിനെ കിട്ടി. അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഇത് ട്രെയിനിങ് ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ ടൂർണമെൻറ്റ്സ് കൊണ്ടുവന്നുള്ളത് എനിക്ക് തോന്നുന്നൊരു ആവറേജ് ഒരു ഇയർ ഒരു 25 lakhs ഒക്കെയാണ് അതിൻ്റെ ഒരു ആവറേജ് എക്സ്പെൻസ്. അപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദിവ്യക്ക് ഇഷ്ടം ഗുഗേഷിനെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു ചെസ് ചാമ്പ്യൻ ആവാനാണ്. അടുത്ത വരവ് നമ്മൾ ദിവ്യയെ അനുമോദിക്കാനാകട്ടെ, ദിവ്യയുടെ ഇഷ്ടങ്ങളിലേക്ക് ദിവ്യ കുതിച്ചു വരട്ടെ. ക്യാമറമാൻ അനൂജ് ആനാവിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. കണ്ണൂരിലെ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച യുവതി. കണ്ണൂർ സ്വദേശിനിയും സാമൂഹ്യ പ്രവർത്തകയുമായ വീണാമണിയാണ് ADMന്റെ മരണത്തിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കലാണ് നടന്നതെന്നും നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ അല്ലെന്നും വീണാമണി ജനം TVയോട് പറഞ്ഞു. സംഭവത്തിൽ കാര്യമായ അന്വേഷണം വേണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യത ഉണ്ടായിരുന്നില്ല എന്നും യുവതി ആരോപിക്കുന്നു. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രധാനമായും ദുരൂഹത ഉണ്ട് എന്ന് പറയാനായി വീണാമണി പറയുന്നത്? വീണ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ജനം TVയോട് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ വീണാമണി പ്രതികരിച്ചിട്ടുള്ളത്. മുൻപും ചില സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ യുവതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട്. ഇവരുടെ വ്യക്തത വരുത്തിക്കൊണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ നവീൻ ബാബു ഒരിക്കലും ഇത്തരത്തിലൊരു മരണത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം ഒരു ആത്മഹത്യയിലേക്ക് കടക്കില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ കൊലപാതകം, കണ്ണൂരിൽ തുടരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ ഒരു ADMന്റെ മരണവും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ യുവതി വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ചില സൂചനകൾ കൂടി അവർ പറയുന്നുണ്ട്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന കയർ, അല്ലെങ്കിൽ ആ കയർ ഒരാൾക്ക് സ്വമേധയാ തൂങ്ങി മരിക്കാനുള്ള അത്ര കട്ടിയുള്ള ഒരു കയറായിരുന്നില്ല. ചെറിയ നൂല് പോലുള്ള ഒരു കയറിലാണ് അദ്ദേഹത്തിന്റെ ബോഡി ഹാങ് ചെയ്ത് നിന്നത് കണ്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് കണ്ടെത്തിയത് ഒരു CPM-കാരനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലൊരു വ്യക്തത വരുത്തുക? പോലീസിന്റെ അന്വേഷണം അതിലൊരു വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. കാരണം കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചില സ്ഥിരീകരണങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ ഒരിക്കലും ഈ 2 മക്കളെയും ഭാര്യയും വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ആത്മഹത്യയിലേക്ക് കടക്കില്ല. നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഒരു രീതിയിലും മോശം സർവീസിൽ ചെയ്യാത്തൊരു വ്യക്തിയാണ്, നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഇത്തരത്തിലൊരു മരണത്തെ പറ്റി ചിന്തിക്കുകയില്ല. സമൂഹത്തിൽ അദ്ദേഹത്തിനെ മോശക്കാരനാക്കാൻ ശ്രമിച്ചതും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള ചില രാഷ്ട്രീയ ഇടപെടലിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് ADMന്റേത് എന്നുള്ളതാണ് ഈ യുവതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ കോടതിയടക്കം സമീപിക്കാനൊരുങ്ങുകയാണ്. കോടതിയിലടക്കം ഇതിൽ കൃത്യത വരുത്തണം. ഒപ്പം തന്നെ ഈ മരണം അതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ളതിൽ കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ADMന്റെ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം അടക്കം നടത്തിയപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു രീതിയിലുമുള്ള കൃത്യത ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യുവതി പറയുന്നത്. കൃത്യമായ പോസ്റ്റ്മോർട്ടം പോലും ഈ ബോഡിയിൽ നടത്തിയിട്ടില്ല എന്നുള്ള ചില സൂചനകൾ കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നുവെങ്കിൽ മർദ്ദനമേറ്റ പാടുകൾ അടക്കം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ മർദ്ദനമേറ്റിട്ടുണ്ട് ADMന് എന്നുള്ള ചില വ്യക്തതകൾ കൂടി, ചില സൂചനകൾ കൂടി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും കാര്യമായി തന്നെ അവർ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്, കൃത്യമായൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, ഒരു സ്വയം ആത്മഹത്യ അല്ല നവീൻ ബാബു ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും അതിൽ നിയമ നടപടികളുമായി പോകുന്നു. ഒപ്പം തന്നെ കുടുംബത്തെ അടക്കം സമീപിച്ചിരിക്കുകയാണ് ഈ യുവതി ഇപ്പോൾ. വീണ. ഓക്കെ, ശരി ശാലിനി.
എന്തായാലും ഇനി നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ അത് ഈ ചോദ്യപേപ്പർ ചോർന്ന സംഭവവുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്കാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് പാദവാർഷിക പരീക്ഷ മാറ്റിവെക്കണമോ വേണ്ടയോ എന്നതിലടക്കം തീരുമാനമുണ്ടാകും. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിയന്ത്രിക്കുന്നതിലും തീരുമാനം ആയേക്കും. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രണ്ടാം പാദ പരീക്ഷ മാറ്റിവെക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമോ? രോഹിണി വീണ, ഗുഡ് മോർണിംഗ്. ഈ പാദവാർഷിക പരീക്ഷകളുമായി ബന്ധപ്പെട്ട ഇതിന്റെ ചോദ്യപേപ്പർ ഇപ്പോൾ തുടർച്ചയായി ചോരുന്ന ഒരു സാഹചര്യം വന്നതും അതും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു യോഗം ചേരുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്ന ഒന്ന് ഈ ചോദ്യപേപ്പറുകൾ ചോർന്ന സാഹചര്യത്തിൽ ഈ പരീക്ഷകളുമായി മുന്നോട്ട് പോകണമോ അത് മാറ്റിവെക്കണമോ എന്നുള്ളതാണ്. എന്തായാലും നേരത്തെയും ഈ രീതിയിലുള്ള ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന് വ്യക്തമായ സമയത്ത് പോലും പരീക്ഷകൾ മാറ്റിവെക്കുന്ന രീതിയിലേക്ക് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ മാറ്റിവെക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഔദ്യോഗികമായി ഇതിലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ സ്വകാര്യ ട്യൂഷനുകളുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളിലേക്ക് സർക്കാർ പോകുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ചില അധ്യാപകരെങ്കിലും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിയ ശേഷം സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവിടങ്ങളിൽ പഠിപ്പിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഒഴിവാക്കാനുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ ഈ യോഗത്തിലുണ്ടായിരിക്കും. അതിൽ ഈ യോഗത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ എന്തായാലും ചർച്ച ചെയ്യാതെ പോകാൻ പാടില്ല. കാരണം 2023 ഡിസംബർ മുതൽ ഈ രീതിയിലുള്ള 3 തവണയായി ഇപ്പോൾ ഈ പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ അത് വലിയ വിവാദവുമായതാണ്. പക്ഷേ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ തയ്യാറാകാത്തതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുന്നത്. ആ രീതിയിലുള്ള ആരോപണങ്ങൾ സജീവമാണ്. എന്തായാലും പോലീസ് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയുമാണ്. ഓക്കെ, ശരി പ്രജിത്ത്. ഇനി നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയുടെ ഇനിയുള്ള നടപടികൾ തുറന്ന കോടതിയിൽ വേണമെന്ന ആവശ്യം വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. അതിജീവിതയാണ് ഈ ആവശ്യം ഉന്നയിച്ച് ഹർജി നൽകിയത്. വിചാരണയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതിൽ എതിർപ്പില്ല എന്നാണ് ഹർജിയിലുള്ളത്. രേഷ്മ ബാബുജു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ഈ വിചാരണ ഇനി അങ്ങോട്ട് ഓപ്പൺ കോർട്ടിലാകാം എന്ന് എന്തുകൊണ്ടാണ് അതിജീവിത ആവശ്യപ്പെട്ടത്? ആ ഹർജിയിൽ എന്താണ് പറയുന്നത്? വീണ, ഈ നടി ആക്രമിച്ച കേസിൽ വിചാരണയിൽ അന്തിമവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ വിചാരണ കോടതിയിൽ നടി ഒരു ഹർജി നൽകിയിരിക്കുന്നത്. അതായത് ഇനിയുള്ള വാദഗതികളൊക്കെ തന്നെ തുറന്ന കോടതിയിൽ നടത്തണമെന്നുള്ളൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് അതിജീവിത വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിചാരണ കോടതിയായിട്ടുള്ള എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുക. പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ചില തെറ്റായ കാര്യങ്ങൾ പുറത്ത് പ്രചരിക്കുന്നുണ്ട്. വിചാരണ നടപടികൾക്കിടയിൽ സംഭവിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തുകയാണെങ്കിൽ അത് കൂടുതൽ സുതാര്യമാകും എന്നുള്ള ഒരു വിലയിരുത്തൽ തനിക്കുണ്ടെന്നാണ് ഈ ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ വിചാരണയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തു വരണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെ ഈ ഒരു ആവശ്യം പരിഗണിക്കണം, അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്നുള്ളതാണ് ഹർജിയിൽ ഈ അതിജീവിത ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം. എന്തായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. 2017 ഫെബ്രുവരിയിലാണ് ഈ നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ കൊട്ടേഷൻ നൽകിയത് പ്രകാരം, ദിലീപിന്റെ കൊട്ടേഷൻ പ്രകാരം ഗുണ്ടാ സംഘം ആണ് ഇത്തരത്തിൽ പൾസസുനിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് നടിയെ ആക്രമിച്ച് അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ കേസ് ആരംഭിച്ചതിന് ശേഷം പിന്നീട് 2018 മാർച്ച് 8-നാണ് വിചാരണ ആരംഭിച്ചത്. എന്തായാലും പല സമയങ്ങളിലും വിചാരണ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഈ ഓപ്പൺ കോടതിയിൽ വേണം ഈ വിചാരണ നടപടികൾ എന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് വീണ്ടും ഒരു ഹർജി നടി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സ്ത്രീകളുടെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ കോടതി വിചാരണ നടക്കുന്നത് ഇൻ ക്യാമറ പ്രൊസീഡിങ്ങിലൂടെയാണ്. അതായത് അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും അതിന്റെ വാദഗതികൾ നടക്കുക. പക്ഷേ ഈ തനിക്ക് എതിരായിട്ടുള്ള ഈ കേസിൽ അല്ലെങ്കിൽ ഈ പല വശങ്ങളും തനിക്കെതിരായിട്ടുള്ള രീതിയിൽ തെറ്റായ ഒരു പ്രചരണം ഇപ്പോൾ പുറത്ത് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു സാഹചര്യത്തിൽ ഈ ഓപ്പൺ കോടതിയിൽ ഈ ഒരു വിചാരണ നടപടികൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ വശങ്ങളും സുതാര്യമായിട്ട് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിൽ തനിക്ക്
എതിർപ്പില്ല എന്നും ഈ നടി നിലവിൽ ഹർജിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. വീണ. ഓക്കെ, ശരി രേഷ്മ. അമ്മയുടെ മുലപ്പാലിൻ്റെ മാധുര്യം നുണയാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളിലധികവും. എന്നാൽ ആ മധുരം നുണയാൻ സാഹചര്യമില്ലാത്ത കുഞ്ഞുങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊക്കെയും അമ്മയായി വാത്സല്യത്തോടെ മുലപ്പാൽ പകരുകയാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി രശ്മി. 163-ാം തവണയാണ് രശ്മി ഇതിനോടകം മുലപ്പാൽ നൽകിയത്. തങ്ക മനസ്സ് അമ്മ മനസ്സ് എന്ന മനോഹരമായ സിനിമാ ഗാനം പോലെ ഒരു അമ്മ മനസ്സ്. അനേകം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിന്റെ മാധുര്യം പകർന്ന തങ്ക മനസ്സ്. അമ്മതൻ അമ്മിഞ്ഞ പാലിൻ അമൃതം ഈ ലോകത്ത് മറ്റൊന്നിനുമില്ല, അതിന്റെ മാധുര്യം. എന്നാൽ പാൽ ചുരത്താനും കുഞ്ഞിനെ മാറോടു ചേർത്ത് ആവോളം നൽകാനും കഴിയാത്ത എത്രയോ അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. ശാരീരികവും മാനസികവുമായ കാരണങ്ങളാൽ നിസ്സഹായരായ അമ്മമാർക്ക് സ്നേഹമായും കുരുന്നുകൾക്ക് അമൃതായും മാറുകയാണ് ബാലുശ്ശേരി സ്വദേശിയായ രശ്മി വിജേഷ്. തന്റെ മുലപ്പാൽ 163 തവണയാണ് രശ്മി നൽകിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 17-ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ് ഹൃദയസ്പന്ദനം കൂടി ICUവിലേക്ക് മാറ്റിയതാണ് വഴിത്തിരിവായത്. പിന്നീട് വാർഡിലേക്ക് മാറ്റിയപ്പോൾ മുലപ്പാൽ കിട്ടാതെ കരയുന്ന കുഞ്ഞുങ്ങളുടെ മുഖം നോവായി മാറി. നിറകണ്ണുകളോടെ നിൽക്കുന്ന അമ്മമാരെ കണ്ടപ്പോൾ തന്റെ സങ്കടം എത്രയോ ചെറുതെന്ന് തോന്നി. പിന്നെ മെഡിക്കൽ കോളേജിലെ മുലപ്പാൽ ബാങ്കിനെ സമീപിച്ച് തന്റെ ആഗ്രഹം അറിയിക്കുകയായിരുന്നു. 163 തവണ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ തവണകളൊക്കെ ഞാൻ എൻ്റെ ഉള്ളൊരുക്കി അവിടുന്ന് കരഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എൻ്റെ കുഞ്ഞിന് ഒരു തുള്ളി പാല് പോലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ SNCനുള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷമേ അല്ല എന്ന് തോന്നി. നമ്മളതൊന്നും ഒരു വിഷമേ അല്ല. എത്രയോ അമ്മമാർ അവിടെ കിടന്ന് ഒരു വരിക്കി നിൽക്കുക, എന്നിട്ട് പാലിന് വേണ്ടി മുലപ്പാലിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് അവരവരെ കുട്ടികളായിരിക്കുമല്ലോ വലുത്. നിരവധി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് രശ്മി. മുലപ്പാൽ നൽകാൻ അമ്മമാർ തയ്യാറാകണമെന്നാണ് രശ്മിക്ക് പറയാനുള്ളത്. 14 ലിറ്റർ മുലപ്പാലാണ് രശ്മി ഇതിനകം നൽകിയത്. ഉദ്യമത്തിന് പിന്തുണയുമായി ഭർത്താവ് വിജേഷും കൂടെ തന്നെയുണ്ട്. ഒഴിവാക്കുന്നത് നല്ലത്. ഒരുപാട് ആളുകൾക്ക് അല്ലെ ഒരുപാട് കുട്ടികൾക്ക് പിന്നെ ആശ്വാസവും ആയെങ്കിൽ അത് വളരെ നല്ല കാര്യമാണല്ലോ. അങ്ങനെയാണ് ഞാൻ അവിടെ പോയി സംസാരിക്കുകയും ഇവളോട് പറയുകയും ഇവൾ അന്നേരം തന്നെ പോസിറ്റീവായി പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിനകത്ത് പാല് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഈ ഓർമ്മ ഉണ്ട്, അവിടെ പാല് കിട്ടാതെ തിരിച്ചു പോയ ഒരുപാട് അമ്മമാർ അവിടെ ഉണ്ട്. എന്താ പറയുക, അപ്പോൾ ഇവളെ ഒരു പാലിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സമയം ആ മിൽക്ക് ബാങ്കിനകത്ത് ഉണ്ടായിരുന്നു. ആകുന്നിടത്തോളം കാലം മുലപ്പാൽ നൽകാൻ തന്നെയാണ് രശ്മിയുടെ തീരുമാനം. ഈ അമ്മ മനസ്സ് നിറയെ അതിൽ സന്തോഷം മാത്രം. പുതിയ കാലം, പല വാർത്തകൾ. അമ്മയെന്ന വാക്കിന്റെ മധുരം തെറ്റുന്ന കാലത്ത് എത്ര ഹൃദ്യമാണ് ഈ സ്നേഹ സാന്നിധ്യം. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. ഒരു ഇടവേള കൂടി എടുക്കാം. തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ, ദുരന്തകാലത്തെ രക്ഷാദൗത്യങ്ങളിൽ വ്യോമസേനയുടെ ചിലവുകൾ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ വാദം പൊളിയുന്നു. ചിലവുകളെപ്പറ്റി പ്രതിരോധ മന്ത്രാലയം കേരളത്തെ അറിയിച്ചത് സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗം. ചിലവുകൾ ക്രമീകരിക്കുന്നത് കേന്ദ്ര വിഹിതത്തിൽ. സേനയെ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതിൽ പ്രതിഷേധം ശക്തം. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് വ്യോമസേനയുടെ ചിലവ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നതിൽ ഏത് രീതിയിലുള്ള ഒരു അട്ടിമറി ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്?
ഈ ദുരന്തകാലത്തെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 132 കോടി രൂപ വ്യോമസേനയ്ക്ക് ചെലവ് വന്ന വിവരം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സംസ്ഥാനത്തെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കുമാണ് സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ഇടത് സൈബർ ഹാൻഡിലുകളുമൊക്കെ നേതൃത്വം നൽകിയത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് സഹായമായി നൽകിയ അല്ലെങ്കിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു സഹായം നൽകിയിട്ട് അതിന് പണം ചോദിച്ചു വന്ന രീതിയിലായിരുന്നു പ്രചാരണം. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ വിശദീകരണം വന്നതോടുകൂടി ഇതെല്ലാം പൊളിഞ്ഞു വീണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ബില്ലുകൾ നൽകുന്നതും അല്ലെങ്കിൽ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നതും സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇത്തരം നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ബില്ലുകൾക്കൊന്നും സംസ്ഥാനം പണം നൽകേണ്ട ഒരു സാഹചര്യം വരാറില്ല. സാധാരണഗതിയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളിൽ ഇത് ഉൾപ്പെടുത്തി പോകുന്നതാണ് പതിവ്. അതായത് ഇപ്പോൾ കേരളത്തിന് കേന്ദ്രം സഹായം നൽകുമ്പോൾ ഈ പറയുന്ന ചെലവുകൾക്കുള്ള തുക കൂടി അതിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ₹1 പോലും ഇക്കാര്യത്തിൽ ചെലവാക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച സേനാഭാഗങ്ങളെ പോലും സംശയത്തിന്റെ നിലയിലാക്കി എന്നുള്ള ചോദ്യമാണ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രധാനമായും വരുന്നത്. പ്രത്യേകിച്ച് മന്ത്രിമാർ വരുന്ന ദിവസങ്ങളെല്ലാം ഈ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ രീതിയിലുള്ള വാർത്താമാധ്യമങ്ങളെ കാണുന്ന സമയത്തെല്ലാം ഈ രീതിയിലുള്ള പ്രചാരണങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടത്തിയതാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു വ്യക്തതയുമായി പ്രതിരോധ മന്ത്രാലയം തന്നെ രംഗത്ത് വരുന്നത്. എന്തായാലും ഈ പറയുന്ന തുകയിൽ ₹1 പോലും സംസ്ഥാനം നൽകേണ്ടതല്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന ചെലവുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി വരുമ്പോൾ അതിൽ ക്രമീകരിച്ച് പോകുന്നതാണ് പതിവ്. എന്നാൽ ഇത്തരത്തിൽ ബില്ലുകൾ നൽകുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിക്രമവുമാണ്. പ്രത്യേകിച്ച് സേന ചെലവാക്കുന്ന സൈനികേതര ആവശ്യങ്ങൾക്കായി ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും അത് കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ കണക്കുകൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് തന്നെ ആഭ്യന്തര ഓഡിറ്റിങ്ങിന് അതോടൊപ്പം തന്നെ പാർലമെന്ററി സമിതി തുടങ്ങിയിട്ടുള്ളവരുടെയൊക്കെ പരിശോധനകൾക്കൊക്കെ വിധേയമാക്കുന്നതാണ്. അപ്പോൾ ഇത്രയധികം പരിശോധനകൾ നടക്കുന്നതിനാൽ കൃത്യമായ കണക്കുകൾ നൽകേണ്ടതുണ്ട്. എന്നാൽ ഈ രീതിയിൽ നൽകിയ ബില്ലിനെയാണ് സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കുന്നു എന്ന രീതിയിൽ വലിയ വ്യാജ പ്രചാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നു വരുന്നത്. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങൾ പോലീസ് മേധാവി ഇന്ന് കോടതിയെ അറിയിക്കും. കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി പോലീസിനെ ഈ വിഷയത്തിൽ വിമർശിച്ചിരുന്നു. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, വിവരങ്ങൾ എന്താണ്? വീണ, ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് വഞ്ചിയൂരിൽ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളും ഉത്തരവും ലംഘിച്ചുകൊണ്ട് ഈ പൊതുവഴി തടഞ്ഞ് പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനം നടത്തിയത്. CPMന്റെ ഏരിയ കമ്മിറ്റി സമ്മേളനം നടന്നത്. ഈ സംഭവത്തിൽ ഹൈക്കോടതിയിൽ ഒരു കോടതിയലക്ഷ്യ ഹർജി പരിഗണനയിലുണ്ട്. അതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഇന്ന് പോലീസ് മേധാവി ചില വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ നൽകേണ്ടതുണ്ട്. അതായത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണ്, ഏത് വിധത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത്, ഇതടക്കമുള്ള വിശദാംശങ്ങളാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന പോലീസ് മേധാവി രേഖാമൂലം വ്യക്തമാക്കേണ്ടത്. അത് മാത്രവുമല്ല, ഈ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ സമരം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വിശദാംശങ്ങളും പോലീസ് മേധാവി അറിയിക്കുകയും വേണം. ഈ സംഭവത്തിന് ശേഷം, അതായത് വഞ്ചിയൂരിലെ ഏരിയ കമ്മിറ്റി അതിന്റെ സമ്മേളനത്തിന് ശേഷമായിരുന്നു ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ ജോയിന്റ് കൗൺസിൽ സമാനമായിട്ടുള്ള രീതിയിൽ കോടതി ഉത്തരവും നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് പരിപാടി നടത്തിയത്. ഇതിലടക്കം ഹൈക്കോടതിക്ക് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. പോലീസ് വലിയ രീതിയിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, നേരത്തെ ഈ ഹർജി പരിഗണിച്ച വേളയിൽ SHO, ഈ പറയുന്ന വഞ്ചിയൂർ SHO ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായിക്കൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ സ്റ്റേജ് നീക്കം ചെയ്യണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ട സമയത്ത് അവർ അനുസരിച്ചില്ല എന്നുള്ളതായിരുന്നു SHO നൽകിയ മറുപടി. പക്ഷെ അക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് സ്റ്റേജ് നീക്കം ചെയ്തില്ലെങ്കിൽ എന്താണ് പോലീസ് ചെയ്യേണ്ടത്, പോലീസിന് ചുമതല എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ വിമർശന ഭാഷയിൽ ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് പല തലത്തിൽ പല രീതിയിലൊക്കെയും ഹൈക്കോടതിക്ക് മുന്നിൽ പലതവണ വന്നിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം നിശ്ചിതമായ വിമർശനങ്ങൾ കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് എന്തായാലും എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരി രേഷ്മ. ഫിലിമോത്സവം
അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾക്ക് പ്രേക്ഷകരുടെ സമ്മിശ്ര പ്രതികരണം. പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ നൽകിയ അണ്ടർഗ്രൗണ്ട് ഓറഞ്ച് എന്ന സിനിമയും ആസ്വാദകരെ തൃപ്തിപ്പെടുത്തിയില്ല. Back as I can remember, I always wanted to be a pirate. What are you doing? ¿Dónde está la embajada de América? അർജന്റീന അമേരിക്കൻ സംയുക്ത സംരംഭമായി എത്തിയ അണ്ടർഗ്രൗണ്ട് ഓറഞ്ച് എന്ന സിനിമ വ്യത്യസ്ത പ്രതികരണമാണ് സ്വന്തമാക്കിയത്. കൊള്ളാവുന്ന പടമാണ്, ഇത് വലിയ ഗുണമുള്ള പടം എന്ന് പറയാൻ പറ്റില്ല. അർജന്റീനയുടെ ഒരു പൊളിറ്റിക്സുമായിട്ട് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞ ഒരു സിനിമയാണ്, രസകരമായിട്ടായിരുന്നു. മൂവി ഇറ്റ്സ് ആവറേജ് മൂവി. ഗംഭീര മൂവി, നൈസ് മേക്കിംഗ് എല്ലാം കൊണ്ട് കൊള്ളാം. 84 minutes സോളിഡ്. കൊള്ളാം, നല്ല പടം. മിഖായൽ ടേർ സംവിധാനം ചെയ്ത സിനിമ കാലിഫോർണിയയിൽ നിന്നും ഒരു സഞ്ചാരി ബയണസ് ഏരിയസിലേക്ക് യാത്ര തിരിക്കുന്നിടത്താണ് തുടങ്ങുന്നത്. 1818 തന്റെ ജന്മനാടായ മൊണ്ടേറി പിടിച്ചെടുത്ത കടൽ കൊള്ളക്കാരനെ ആദരമർപ്പിക്കാനായിരുന്നു യാത്ര. പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളാണ് ചിത്രത്തിലെ പ്രമേയം. സിനിമയുടെ പ്രമേയവും അവതരണവും പ്രേക്ഷകരെ അനുഭവിപ്പിക്കാതെ പോകുന്നു എന്നാണ് ചിത്രം കണ്ടിറങ്ങിയവരിൽ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരു ആ രീതിയിലുള്ള ഒരു പ്രസന്റേഷനാണ്. നമ്മളെ ഹൃദയത്തിൽ തട്ടുന്ന സ്പർശിക്കുന്ന രീതിയിലുള്ള സിനിമ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു ആവറേജ് പടമാണ്. നേരത്തെ നല്ല ഫിലിംസ് കണ്ടിരുന്നു, ഇന്നലെയൊക്കെ നല്ല ഫിലിം ഉണ്ടായിരുന്നു. നല്ല മേക്കിംഗ് ആയിരുന്നു. നല്ലൊരു ഭയങ്കര ഫ്രഷ്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് അതിനുണ്ടായിരുന്നു. എൻജോയ് ചെയ്തു. കുഴപ്പമില്ല, ഗുഡ്. ചിത്രങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉയരുന്നത്. ജനം, തിരുവനന്തപുരം. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് മലയാളത്തിലെ പഴയകാല നടിമാർക്ക് ആദരം. മറക്കില്ലൊരിക്കലും എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി 23ഓളം ആദ്യകാല നായികമാരെയാണ് ആദരിച്ചത്. KR വിജയ 1960കളുടെ തുടക്കം. സാക്ഷാൽ ജെമിനി ഗണേശന്റെ നായികയായാണ് പാതി മലയാളിയായ KR വിജയ സിനിമാ താരമാകുന്നത്. അഭിനയ ചാരുത കൊണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ആദ്യകാല നടിമാർ വേദിയിൽ പ്രൗഢിയോടെ നിരന്നപ്പോൾ നിശാഗന്ധിയിലെ നിറഞ്ഞ സദസ്സ് ഹർഷാരവത്തോടെയാണ് ഓരോരുത്തരെയും വരവേറ്റത്. കറുപ്പും വെളുപ്പും ഇടകലർന്ന ആദ്യകാല സിനിമകൾ തൊട്ട് നിറങ്ങളിൽ നീരാടിയ 80കൾ വരെ അഭ്രപാളിയിൽ നിറഞ്ഞു നിന്ന അഭിനേത്രികൾ വീണ്ടും തിങ്ങി നിറഞ്ഞ പ്രേക്ഷകർക്ക് മുന്നിൽ നിറഞ്ഞ കയ്യടികൾ ഏറ്റുവാങ്ങി. KR വിജയ, TR ഓമന, വിധുബാല, ഭവാനി, ശോഭ, ഹേമ ചൗധരി, കനകദുർഗ, ശാന്തികൃഷ്ണ, ശ്രീലത നമ്പൂതിരി, മല്ലിക സുകുമാരൻ, ജലജ, മേനക, അനുപമ മോഹൻ, ഉഷാകുമാരി, വിനോദിനി, വഞ്ചിയൂർ രാധ, രാജശ്രീ തുടങ്ങി മലയാളത്തിലെയും അന്യഭാഷകളിലെയും നടിമാർ അണിഞ്ഞിരുന്നു. ചലച്ചിത്രമേളയുടെ ഏറ്റവും പ്രൗഢമായ മുഹൂർത്തങ്ങളിലൊന്നാണ് മറക്കില്ലൊരിക്കലും എന്ന ചടങ്ങെന്ന് ആദരമർപ്പിച്ച മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അരനൂറ്റാണ്ട് മുമ്പ് മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ ദീപ്തമാക്കിയ മോഹനാണ്. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തികൾ പലരും മലയാള സിനിമയുടെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയുടെ അഭിമാന താരങ്ങളാണ്. പല തലമുറകളുടെ സംഗമം കൂടിയാണ് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ്. ഈ ചലച്ചിത്ര പ്രതിഭകളെ ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് മറക്കില്ലൊരിക്കലും എന്ന ഈ പരിപാടി കേരള സർക്കാർ ഇവിടെ സംഘടിപ്പിക്കുന്നു. മലയാള സിനിമയുടെ ആദരവിന് നന്ദി അർപ്പിക്കുന്നതായും അഭിമാനകരമായ നിമിഷമെന്നും പ്രതിനിധിയായി മറുപടി പ്രസംഗം നടത്തിയ മല്ലിക സുകുമാരൻ പറഞ്ഞു. മറക്കില്ലൊരിക്കലും കരഞ്ഞും ചിരിപ്പിച്ചും മോഹിപ്പിച്ചും പ്രേക്ഷകരുടെ മനം കവർന്ന അഭിനേത്രികളോട് മലയാളികളുടെ ഹൃദയ സമർപ്പണം തന്നെയായി ഈ സ്നേഹാദരവ്. ജനം, തിരുവനന്തപുരം. കലയുടെ കാൽച്ചിലങ്ക കിലുക്കി മലപ്പുറം താനൂരിൽ തലമുറകളുടെ സംഗമം. താനൂർ വൈദിക വിചാര സദസ്സ് സംഘടിപ്പിച്ച നൃത്തമാമാങ്കമാണ് 3 തലമുറകളുടെ സംഗമമായത്. 601 പേർ അണിനിരന്ന സെമി ക്ലാസിക്കൽ ഡാൻസ് കാഴ്ചക്കാർക്കും പുത്തൻ അനുഭവമായി.
മുതൽ 60 വയസ്സ് വരെയുള്ളവരായിരുന്നു നൃത്തമാമാങ്കത്തിൽ പങ്കെടുത്തത്. വൈദിക വിചാര സദസ്സായിരുന്നു സംഘാടകർ. 3 തലമുറകളുടെ സംഗമം കൂടിയായിരുന്നു നൃത്തമാമാങ്കം. പ്രാക്ടീസ് ഓരോ ടീമുകളായിട്ടാണ് ചെയ്തത്. ഓരോ പ്രദേശത്ത് ഓരോ ടീം ഉണ്ടാക്കിയിട്ട് ആ ഭാഗങ്ങളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. സൺഡേ വന്നിട്ട് ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപൂർവമായ ഈ കലാവിരുത് കാണാൻ നിരവധി ആളുകളും എത്തി. 1 മാസത്തിലേറെ കാലം പരിശീലിച്ചാണ് ഓരോരുത്തരും നൃത്തത്തിനെത്തിയത്. ക്ലാസിക്കൽ നൃത്തം അറിയുന്നവരും അറിയാത്തവരും കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത് പരിമിതിയുണ്ട്. എല്ലാ വീട്ടിലും എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ഉത്സവങ്ങളിലും മാത്രം പങ്കെടുത്ത് പോരുന്ന കാഴ്ചക്കാരായിട്ട് വരുന്നവരാകുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ അമ്മമാർക്കും അതിൽ പങ്കാളികളായിക്കൂടാ, തൻ്റേതായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ അവിടെ ആ ഉത്സവങ്ങളിൽ നടത്തിക്കൂടാ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അതിനുള്ള സപ്പോർട്ട് ഈ ജനങ്ങളെ കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. താനൂർ ശോഭാപറമ്പ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്ര സന്നിധിയിലായിരുന്നു നൃത്തമാമാങ്കം. നർത്തകിയായ ദിവ്യയായിരുന്നു പരിശീലക. ചടങ്ങിൽ വേദാചാര്യൻ കോതമംഗലം വാസുദേവൻ നമ്പൂതിരിക്ക് വേദഭാരതി പുരസ്കാരം സമ്മാനിച്ചു. ജനം, മലപ്പുറം. വിടർന്നു നിൽക്കുന്ന ആമ്പൽപ്പൂക്കളുടെ മനോഹര കാഴ്ചകൾ ഒരുക്കി സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു നാട്ടിൻപുറം. മാവൂരിലെ ആമ്പൽ വസന്തം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത്. മനോഹരമായ കാഴ്ചകൾ മനസ്സിന് ആനന്ദം പകരുന്നവയാണ്. അത്തരത്തിൽ പ്രകൃതി അണിഞ്ഞൊരുങ്ങിയ ഒരു ഇടമുണ്ട് കോഴിക്കോട് ജില്ലയിൽ. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ചാലിയാർ പുഴയോരത്ത് എളമരം കടവ് പാലം കഴിഞ്ഞെത്തിയാൽ നിറയെ നിറങ്ങളുടെ കാഴ്ചയാണ്. സൂര്യവെളിച്ചത്തിന് ചൂടുപിടിക്കും മുമ്പേ എത്തണമെന്ന് മാത്രം. ഓളങ്ങൾക്ക് മീതെ പച്ചപ്പുകൾക്കിടയിൽ ഇളങ്കാറ്റിൽ ആടിയങ്ങനെ നിൽക്കുകയാണ് ചുവന്നു തുടുത്ത ആമ്പൽ പൂക്കൾ. ഏക്കറുകളോളം പരന്നു കിടക്കുകയാണ് ഈ ആമ്പൽ വസന്തം. നല്ല രസമുണ്ട്. ഞങ്ങള് റീല് കണ്ടിട്ട് വന്നതായിരുന്നു. അപ്പോൾ അടിപൊളിയാണ്. ഞങ്ങള് ഫാമിലി എല്ലാവരും ഒരുമിച്ച് വന്നത്. രാവിലെ ഇറങ്ങിയതാ. ഞാൻ കൊണ്ടോട്ടിന്നാ വരുന്നത്. പൂക്കളെ തൊട്ടുതലോടി ഓളപ്പരപ്പിനു മുകളിലൂടെയുള്ള തോണിയിലെ ചെറുയാത്ര പകരുന്ന സുഖം പറഞ്ഞറിയിക്കാനാവില്ല. പൂക്കൾ കാണാനും പറിച്ചെടുക്കാനും ആസ്വദിക്കാനും മാത്രമല്ല, ഫോട്ടോ എടുക്കാനും സേവ് ദ ഡേറ്റ് ചിത്രീകരിക്കാനും റീൽസ് പകർത്താനും ഒക്കെ ഇവിടെ എന്നും തിരക്കോട് തിരക്കാണ്. കൂടുതലും ദൂരത്തു നിന്നാണ് ആൾക്കാർ വരുന്നത്. എന്നും രാവിലെ 6 മണി മുതൽ ഒരു 10 മണി വരെ ഉണ്ടാവും ആൾക്കാർ. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കൂടുതലും ആൾക്കാർ വരുന്നുണ്ട്. സൺഡേ നല്ല തിരക്കാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും നിരവധി പേരാണ് എത്തുന്നത്. സെപ്റ്റംബറിൽ പൂവിട്ട പൂക്കാലം ഈ മാസം അവസാനം വരെ കണ്ണിനും മനസ്സിനും കുളിർമ പകരും. വിരുന്നുകാർ എത്തുന്നതിൽ നാട്ടുകാർക്കും സന്തോഷം. വരുന്നവരോട് ഒരു ചെറുപുഞ്ചിരിയോടെ ഒന്നേ അവർക്ക് പറയാനുള്ളൂ: ഈ പൂക്കൾ പറിച്ചെടുക്കരുത്. ഇനിയും വരാനുണ്ട് ചൂടെത്തും മുമ്പേ നിരവധി ആളുകൾ. ആമ്പൽപ്പൂ വസന്തം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ കാഴ്ച. നഗരത്തിരക്കുകളിൽ നിന്ന് മാറിയുള്ള ഈ മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ക്യാമറമാൻ സനലിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്. അങ്ങനെ ആമ്പൽപ്പൂ വസന്തം കണ്ണിനും മനസ്സിനും കുളിർമ നൽകി കഴിഞ്ഞു. നമ്മുടെ പുത്തൻ പുലരിയുടെ സമയവും ഇവിടെ കഴിയാറായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. നമസ്തേ.